കണ്ണാ 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 ചേച്ചി ഇതെവിടെ പോണ്? ഞാൻ നോക്കിക്കായിരുന്നു കണ്ണനെ. നമ്മളെ വാൽച്ചേട്ടന്റെ വിശേഷം വല്ലതും ഉണ്ടോ? അതിന് ഞാൻ അങ്ങോട്ട് വയ്ക്കാൻ പോയപ്പോ വല്ല അറിഞ്ഞോ? വിളിച്ചോ കണ്ണനെ? എന്നെ വിളിച്ചില്ല. 2 ദിവസത്തിനുള്ളിൽ വീട്ടിൽ വരുമെന്നും പറഞ്ഞ് 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ചിട്ട് ഇതേപോലെ തന്നെ പറഞ്ഞേ. അതൊക്കെ പ്രിന്റ് ചെയ്യാൻ കൊടുത്ത് കിട്ടി. ഇനി അതേ ഏജന്റിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് 2 ദിവസത്തിനകം കൊണ്ട് എത്തുന്നു പറഞ്ഞാണ് എന്റെ അടുത്തും വിളിച്ച് പറഞ്ഞത്. അല്ലടാ ബാലനോട് വേറെ എന്തൊക്കെ പറഞ്ഞു? ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ എന്റെ അടുത്തും പറഞ്ഞത് പുസ്തകം പ്രിന്റ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ഈ നമ്മളെ ഏജൻസി ഓന്തരം കൊടുക്കുന്ന കാര്യേ എന്റെ അടുത്ത് വിളിച്ച് പറയാം, അത് ഏർപ്പാട് ശരിയാക്കണമെന്ന് പറഞ്ഞു. ഇത് രണ്ടേ പറഞ്ഞോളൂ, വേറെ ഒന്നും പറഞ്ഞില്ലേ? എന്നിട്ട് കണ്ണ എന്ത് പറഞ്ഞു? ഞാൻ എന്തിനു പറയാം? ബാലൻ എന്റെ അടുത്തൊരു സഹായം ചോദിച്ചാൽ ഞാൻ പിന്നെ നോന്ന് പറയാമോ? ഞാൻ പറഞ്ഞു ഓക്കേന്ന് പറഞ്ഞു. അപ്പൊ പുസ്തകത്തിന്റെ അച്ചടിയും കഴിഞ്ഞു, വിൽപ്പനയ്ക്കുള്ള തീരുമാനമായി. അഗസ്റ്റിൻ ജോസഫിന്റെ ആൾക്കാർ ബാലു ഇവിടുന്ന് മുങ്ങിന്ന് അറിഞ്ഞ് സമാധാനപ്പെട്ട് നിൽക്കായിരുന്നു. ഇനിയിപ്പോ ഇത് അവരറിഞ്ഞിട്ടുണ്ട് അവര് പ്രശ്നം ഉണ്ടാക്കി വരൂലേ? ചേച്ചി എന്തിനാ ചേച്ചി പേടിക്കുന്നത്? നമ്മളെല്ലാരും ഇല്ല ഇവിടെ. നീയൊക്കെ ഇവിടെ ഉണ്ടായതാണ് അവൻ നാടോട്ട് പോയത്. ആര് പറഞ്ഞു ബാലചേട്ടൻ നാടോട്ട് പോയെന്ന്? ബാലചേട്ടൻ പ്രിന്റ് അടിക്കാൻ പോയതല്ലേ, താമസം കഴിഞ്ഞ് വരും. വേറെ ഒരു പ്രശ്നമില്ല. ഇനിയാണ് പ്രശ്നം ഉണ്ടാവാൻ പോണത്. എന്ത് പ്രശ്നം ചേച്ചി? എന്ത് പ്രശ്നം ഉണ്ടാവില്ലാണ്ട് നമ്മളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരിക്കണം. അല്ല പിന്നെ ചേട്ടത്തിയേ ഒരാളൂടെ വന്നല്ലേ. എന്തെല്ലാരും കൂടെ ഇവിടെ നിൽക്കണേ? നിന്റെ ചേട്ടന്റെ വിശേഷം പറഞ്ഞോണ്ട് നിൽക്കുകയായിരുന്നു. ആഹാ എന്തോ സൈക്കിൾ സൈക്കിൾ തൊച്ചോ? ചെല്ല്. അവിടെ പുസ്തകമൊക്കെ അച്ചടിച്ചു, അവിടുന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇതുവരെ എത്തിയില്ല ഇവിടെ? അതെ, തിരുവനന്തപുരം മുതലേ എറണാകുളം വരെയുള്ള എല്ലാ ഏജന്റുമാർക്കും ഇത് കൊടുത്തിട്ടാണ് ബാലോണം വരുന്നത്. അതാണ് താമസിക്കുന്നത്. അയ്യോ, അപ്പൊ കൊറേ കാശ് കിട്ടുമല്ലേ? പിന്നെ ബെസ്റ്റ്. ആ പുസ്തകാരം ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞ ഒരുത്തനും വാങ്ങിക്കില്ല, പിന്നെയാണ് കാശിന് എന്തോന്ന് ചേട്ടത്തി. എന്ത് ശരി എന്താ പറയണേ? ചേട്ടത്തി നോക്കിയോ ചേട്ടത്തി, അവ അവിടെ നിന്ന് മധുരയിൽ നിന്ന് അടിച്ചോളണം. പുസ്തകം എല്ലാം കൂടെ ഈ റൂമിനകത്ത് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് കൂടെ നടക്കാൻ പറ്റാത്ത രീതിയാവും. എന്തായാലും ഈ ഗതിയായിട്ട് ബാലോണനെ എടുത്തില്ല. ബാലോണ എഴുതിയിട്ടുണ്ടെങ്കിൽ പ്രിന്റ് അടിക്കുകയും ചെയ്യുക, വിതരണം ചെയ്യുകയും ചെയ്യും. ആര് ചേട്ടത്തി? അറിയില്ലേ കണ്ണനെ? കണ്ണനെ ഇവിടെ പത്രം ഇടാൻ വരണേ. പിന്നെ ബാലുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ബെസ്റ്റ് ഫ്രണ്ട്? ഇതുപോലെ കുറെ ഫ്രണ്ട് ഉള്ളതന്നെ ഈ കുഴപ്പത്തിനെ കൊണ്ട് ചാർണത്. ഇല്ല ചേച്ചി, ഞാൻ പോട്ടെ. ബാലോണ ഉള്ളപ്പം വരാം. ചെല്ലേ. എന്നാലും അച്ഛൻ ചെയ്ത വലിയ ചതിയായി പോയ അമ്മൂമ്മ. എന്തേ? നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചോണ്ടാണോ മധുരയ്ക്ക് പോയേ? അച്ഛനൊരു വാക്ക് പറഞ്ഞിട്ട് മധുരയ്ക്ക് പോകാൻ പാടില്ലേ? അറ്റ്ലീസ്റ്റ് പറയാൻ പാടില്ലേ അച്ഛൻ്റെ ആത്മകഥ അച്ചടിപ്പിക്കാൻ വേണ്ടി മധുരയ്ക്ക് പോണേന്ന്? എന്നാ പിന്നെ എൻ്റെ കവിതയും കൂടെ ഞാൻ കൊടുത്തു വിട്ടാണ്. എന്തിന്? അല്ല, അച്ഛൻ്റെ ആത്മകഥ അച്ചടിപ്പിക്കണതിനൊപ്പം തന്നെ എൻ്റെ കവിതാ സമാഹാരം കൂടെ അച്ചടിപ്പിക്കായിരുന്നല്ലോ. ചേച്ചിയുടെ കവിതാ സമാഹാരം ആര് പൈസ കൊടുത്ത് വാങ്ങാ ചേച്ചി? എടാ, നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. അച്ഛൻ്റെ ആത്മകഥ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ മകളുടെ കവിതാ സമാഹാരം കൂടെ ഇറങ്ങുന്നു. ഇതൊക്കെ മലയാള സാഹിത്യ രംഗത്തെ ആദ്യത്തെ സംഭവമായിരിക്കും. ചേച്ചി, അച്ഛൻ്റെ ആത്മകഥ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചെന്നിരിക്കും. ചേച്ചിയുടെ ഈ കവിതാ സംഹാരം കൂടെ അതിൻ്റെ കൂടെ ഇറങ്ങിയോണ്ടല്ലോ, അച്ഛൻ്റെയും മേടിക്കൂല ചേച്ചിയുടെയും വാങ്ങിക്കൂല എന്നാവും. സംഹാരോ? എടാ, സമാഹാരം. രണ്ടും ഒന്ന് തന്നെ. എന്താണ്? അല്ല, അച്ഛൻ്റെ ആത്മകഥ ഇറങ്ങാൻ പോവല്ലേ, അപ്പൊ അതിനൊപ്പം ചേച്ചിയുടെ കവിതാ സമാഹാരം കൂടി ഇറക്കാനായിട്ടൊരു നമ്പർ ഇട്ട് നോക്കിയതാ, നടന്നില്ല. കവി ചതിക്കരുത്. അച്ഛൻ ആത്മകഥ എഴുതിയിട്ട് ഇവിടെ മൊത്തം രാഷ്ട്രീയക്കാർ മാത്രമേ വന്നുള്ളൂ. ഇനി നിന്റെ കവിതയും കൂടി ഇറങ്ങിയ നാട്ടുകാർ മൊത്തം വരും. അമ്മാ, ബാലു വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാലുദേ ജംഗ്ഷനിൽ എത്തിയെന്ന്. ലോറിയിലാ വരുന്നേ? ലോറിയിലാ? ഇതിനെ ലോറിയിൽ വരണേ? ഓട്ടോക്കാ വരണേ. അപ്പൊ അവൻ അച്ചടിച്ച പുസ്തകമൊക്കെ എങ്ങനെയാ? അതൊക്കെ ഏജന്റുമാരെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. ആണോ? അമ്മ, അത് എനിക്കൊരു ഡൗട്ട് നേരത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ഈ പുസ്തകം അച്ചടിക്കാൻ ഇവിടുന്ന് പൈസ കിട്ടിയത്? ഇവള് കൊടുത്തു കാണും, അല്ലാതെ ആര് കൊടുക്കാനാ? എൻ്റെ ഇടുന്ന പൈസ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അത് ഞാൻ ബാലുവിനോട് അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ബാലു പറഞ്ഞ് ഇവിടെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. അല്ല, അപ്പൊ അച്ഛൻ്റെ പൈസ കിട്ടിയേ? അതല്ലേ ഇപ്പൊ പറഞ്ഞത്? അച്ഛൻ ആരെങ്കിലും സ്പോൺസർ ചെയ്തതാണ് ഈ ബുക്കൊക്കെ ഇറങ്ങാൻ പറ്റും. പിന്നെ സ്പോൺസറെ അച്ഛൻ വലിയ ഫേമസ് എഴുത്തുകാരനല്ലെന്ന് പാടായിരുന്നു. ചേട്ടൻ ഇങ്ങനെ പുച്ഛിച്ച് തള്ളല്ലേ ചേട്ടാ. അച്ഛൻ്റെ ഈ ആത്മകഥ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരെയാണ് ലോകത്തിലുള്ള എല്ലാവരും അറിയാൻ പോണത്. അച്ഛന്റെ പുസ്തകം ആൾക്കാർ വായിച്ചിട്ട് വേണ്ടേ ലോകത്തെല്ലാവരും നമ്മളെ അങ്ങ് അറിയാൻ? അമ്മൂമ്മ നോക്കിക്കോ അമ്മൂമ്മേ, എല്ലാവരും ഇത് വായിക്കും. വായിക്കും, നമുക്ക് കാണാം. വിഷ്ണുവേ, മക്കൾ പോയി മറ്റേ മാർക്കറ്റിൽ പോയിട്ടെ ചൂരമീൻ മേടിച്ചോണ്ടാ. അച്ഛനന്ന് പറഞ്ഞിട്ട് പോയതാ, വരുമ്പോ മുളകിട്ട് വെക്കണമെന്ന് ചൂര. മക്കളെ, നീ പോവണ്ട, അവനിങ്ങ് വരട്ടെ, അവനുള്ളത് ഞാൻ വിളമ്പി കൊടുത്തോളാം. ചൂരമീൻ മേടിക്കാൻ വിടുന്നു കൊച്ചിനെ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇവിടെ ഉണ്ടായിരുന്നാ? പോയില്ലേ? പിന്നെ നീ പെണ്ണുമ്പിളെ കളഞ്ഞിട്ട് പോകുന്നതാണ്, ഞങ്ങൾക്ക് അവളെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഒരു അത്യാവശ്യ കാര്യത്തിലാണ് ഞാൻ പോയത്.
അവിടെ കുറച്ച് തടസ്സങ്ങൾ നേരിടേണ്ടി വന്ന് അതാണ് താമസിച്ചത്. അത് കുറ്റപ്പെടുത്തരുത് തന്നെ. അവിടെ ഇത്ര തിടുക്കപ്പെട്ട് നിന്റെ ആത്മഹത്യ എഴുതേണ്ട ആവശ്യം തരുന്ന ഇപ്പോൾ മാമ ഓരോന്നിനും അതിൻ്റെതായ സമയങ്ങളുണ്ട്. തീരുവായി തീരു. ആത്മകഥാകൃത്ത് എത്തിയ ആത്മകഥാകൃത്ത് അങ്ങനെ ഒരു തസ്തിക ഉണ്ട് അവിടെ. ഭർത്താവ് എന്നൊരു തസ്തിയുണ്ട്, അത് ഓർമ്മയുണ്ട? അതുകൊണ്ടാണല്ലോ ഞാൻ ഓടിപ്പെടുത്തി എത്തിയത്. ഓ, അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അതെ, എനിക്ക് മധുരയ്ക്ക് ഉടൻ തന്നെ പോകേണ്ടി വരും. എന്നാ പിന്നെ അവിടെ ഒരു വീട് വെച്ച് താമസിച്ചുകൂടായിരുന്നു, ഇങ്ങോട്ട് പോകുന്ന എന്തിന്? എടി അതല്ലടി, കേരളത്തിന്റെ പകുതി ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പുസ്തകം അടിച്ചോളൂ. ബാക്കിയുള്ള അടി നിർത്തി വെച്ചേക്കാണ്. കാരണം ചില തിരുത്തലുകളുണ്ട്, ചില നഗ്നസത്യങ്ങൾ ഒന്നും കൂടെ എഴുതി പിടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ചെന്നിട്ടേ ബാക്കി ഇനി അടിക്കുള്ളൂ. ആ അപ്പം പിന്നെ ബൈ. ഇല്ലേ, ആദ്യം അടിച്ചതിന്റെ പ്രതികരണം അറിഞ്ഞിട്ട് പോരെയാണ് രണ്ടാമത് അടിക്കണത്. എഴുതിയതാരെന്നറിയാമോ? ബാലേന്ദ്രൻ തമ്പിയാണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ശൈലിയാണ് എഴുത്ത്, കേട്ടാ. അല്ലെങ്കിൽ നീ ചെയ്യണമല്ല നിനക്ക് വിശ്വാസമാണ്, അതെനിക്കറിയാം. അത് നാട്ടുകാർക്കൂടെ ഇഷ്ടപ്പെടണ്ടേ. അത് പോട്ടെ, നിനക്ക് ഈ പുസ്തകം അടിക്ക് ഇത്രയും പൈസ ആരുടെ വന്നത്? അത് നീ വഴിയെ അറിഞ്ഞോളും കേട്ടാ. ഓ ആത്മാവ് എവിടെ? എൻ്റെ അമ്മയെ മറന്നു എൻ്റെ പൊന്നു മക്കളെ. എന്തോ ഇത്, ഗർജനോ? ആരുടെ ഗർജനം? വല്ല പട്ടീരെ പൂച്ചയുടെ ഗർജനമായിരിക്കും. നിനക്ക് നിന്റെ പരവീനക്കടയില്ലേ ഉള്ളിച്ചാക്കിൻ്റെ അരിച്ചാക്കിൻ്റെ പുറത്തൂടെ ഓടിക്കളിക്കുന്ന കൊച്ചു പൂച്ചയെ പറ്റി നിനക്കറിയാവും. ഇത് ഗർജനം ഉണ്ടാ, സിംഹഗർജനം. അറിയാം നിനക്ക്? സത്യത്തിൽ ഈ പേരല്ല ഞാൻ ആദ്യം ഉദ്ദേശിച്ചത്. തെക്ക് ദേശത്ത് നിന്നൊരു സിംഹഗർജനം. എങ്ങനെയുണ്ട് മാമി ഗർജനം? എങ്ങനെയുണ്ട്? നിന്റെ സ്വഭാവം അനുസരിച്ചേ ഗർജനം നല്ല വേണ്ടത്. ജീവിതത്തിൽ നിന്നൊരു മുങ്ങൽ, അതായിരിക്കും നല്ലത്. മാമിയെ അതിനേക്കാൾ നല്ലൊരു പേര് ഞാൻ പറഞ്ഞുതരാം. ജീവിതം ഒരു തള്ളൻ. അതും കൊള്ളാം. അവിടെ വേറെ ബെസ്റ്റ് പേരുണ്ട്. അതെന്താ? വാക്ക് പാലിക്കാത്ത പടവലം കൂട്ടം. നീ ഇപ്പൊ ഈ കാണിച്ചില്ലേ പേര്, അത് ഇഷ്ടപ്പെട്ടില്ല ആർക്കും. അത് നീ ചൂടാണ് അതിന്. എടാ, ഈ ഗർജനം ഒന്ന് പബ്ലിഷ് ചെയ്തോട്ട്. ഈ ഗർജനം ഉണ്ടല്ല, ഇത് മലനിരകൾ തട്ടി തിരിച്ചു വന്ന് നിന്റെ നെഞ്ചാൻ കൂടെ പൊളന്നോണ്ടു. ഓ ഓർത്തോ നീ, ഇത് ഗർജനം കേട്ടോ, ഗർജനം, സിംഹഗർജനം. ഇവിടെ അല്ല. ആടാ ആടാ ബാലുവേ, എടാ ബാലു, ബാലുവേ, ഡേയ് ഇവ എവിടെ പോയത്? ബാലു, ഡേയ് എടാ നീ എന്തിനാ ഇവിടെ കുറച്ചു കാലം ഇല്ലായില്ല? ഞാന് മധുര വരെ പോയിരുന്നു. വയസ്സായ കാലത്ത് വലിയ ആവശ്യം എന്താണ് ഈ കഥയെല്ലാം പോവാൻ? കഥയിലാണ് ആത്മകഥ. ആത്മഹത്യ? ആത്മഹത്യയില്ല, കൊലപാതകം. പോവാ. അച്ഛൻ നല്ല ആളാണ്ട് അച്ഛാ. അച്ഛൻ മധുരയ്ക്ക് പോയപ്പോ ഒരു വാക്ക് പറയാന്നില്ലേ? എന്റെ കവിതാ സമാഹാരം കൂടെ തന്നുവിടുമായിരുന്നല്ലോ അച്ചടിപ്പിക്കാൻ വേണ്ടി. എന്നാ പിന്നെ എന്റെ പേരിലും കൂടെ ഒരു ബുക്ക് ഇരുന്നേനെ. അങ്ങനെ അച്ഛൻ്റെ ചെലവിൽ മോളെ പുസ്തകം പബ്ലിഷ് ചെയ്യണ്ട. അങ്ങനെ വലിയ ആളാവുണ്ട് കേട്ടെ. എടാ സുരേന്ദ്ര, നീ ഇവിടെ ഉണ്ടായിരുന്ന നോക്ക്, നിനക്ക് ഇവനെ പോലെ വലിയ കഥയൊന്നും എഴുതി കൂടെ? അയ്യോ, നമുക്ക് കഥ എന്ന് എഴുതണ്ടോ. അവൻ്റെ കടയിലെ പച്ച എഴുതി തീർക്കാൻ സമയമില്ല, പിന്നെയാണ് അവൻ കഥ എഴുതാം. അത് മാത്രല്ല അച്ഛാ, ചിറ്റപ്പൻ അച്ഛൻ്റെ അത്ര അനുഭവം ഒന്നുമില്ലല്ലോ. അയ്യേ മോളെ, ഇവ എഴുതുമ്പോൾ എഴുതാൻ വലിയ അനുഭവമൊന്നും വേണ്ട. ഡേ, നീ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടാ? പിന്നെ അഭിപ്രായം പറയണത്? അല്ല, എന്തിനു വായിക്കണം? നീല്ലേ എഴുതണം, നമുക്ക് അറിഞ്ഞൂടെ, ഒരു ഊഹിക്കാമല്ലോ. ഊഹിച്ചൊന്നും പറയല്ലേ. ചില പത്രക്കാർ പറയും പടം കാണാതെ റിവ്യൂ എഴുതും. അതുപോലെ എൻ്റെ പുസ്തകത്തിൻ്റെ അങ്ങനെ റിവ്യൂ എഴുതിയ എന്താ മണ്ട അടിച്ചാൽ പൊളന്നളായി കേട്ടാ. അപ്പോൾ അതൊരു കാര്യം ചെയ്യും, നിൻ്റെ കയ്യിലൊരു കോപ്പി ഉണ്ടല്ലോ, നീ അതൊക്കെ താ, ഞാൻ വായിച്ചിട്ട് അഭിപ്രായം പറയാം. അങ്ങനെ വായിച്ചിനി വായിക്കണ്ട കേട്ടാ. 200 രൂപയാണ് എൻ്റെ പുസ്തകം. വേണമെങ്കിൽ പൈസ ഒന്ന് വായിച്ചോ. 200 രൂപയെ? 50 രൂപ കൂടെ ഉണ്ടെങ്കിൽ ഒരു പൈൻ്റ് എടുക്കായിരുന്നു. ഇയാൾക്ക് വെള്ളോടി ഒറ്റ വിചാരമുള്ള കുറച്ച് പൈസ അക്ഷരങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക. അക്ഷരവിരോധി. വായിച്ച് വളരാൻ ഞാൻ പറഞ്ഞില്ല, വായിച്ച് മരിക്കെങ്കിലും ചെയ്യും. ഇയാൾ വളരാനൊന്നും പോകണ്ട, വായിച്ച് മരിക്കും. 200 രൂപ എന്തുമാത്രം പൈസ ഉണ്ടാക്കും ഇവ? എൻ്റെ അണ്ണ, ഈ പുസ്തകത്തിന് വേണ്ടി പബ്ലിഷ് ചെയ്യാൻ പൈസ മുടക്കി വേറെ ആൾക്കാരാണ്, അല്ല ഞാനല്ല. നിന്റെ വേറെ കയ്യിരിക്കട്ടെ, എനിക്ക് ചിലവ് നടത്താതിരിക്കാനില്ല നീ അഭിപ്രായം പറഞ്ഞത്. ഇയാൾ എന്തോന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പറയണത്?
അണ്ണ ഈ പുസ്തകം വിറ്റ് അതിൻ്റെ ലാഭവിഹിതം എൻ്റെ കയ്യിൽ എത്താൻ കുറേ നേരം എടുക്കും, കുറേ സമയം എടുക്കും. അതുവരെ ഇയാൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഇയാൾക്ക് ഞാൻ പുള്ളു വാങ്ങിച്ചു തരാം. എന്ത് അണ്ണാ കള്ളം പറയരുത്, നീ സത്യം പറ. നിനക്ക് ആരുടെ ഇത്രയും പൈസ ഈ പുസ്തകം അച്ചടിക്കാൻ വേണ്ടി തന്നത്? ഏയ്, വീട്ടുകാർക്ക് മാത്രമേ ബാലുവിന് വിലയില്ലാത്തുള്ളൂ. നാട്ടുകാരും കൂട്ടുകാർക്കൊക്കെ ബാലിൻ്റെ കഴിവിനെ പറ്റി നന്നായിട്ട് അറിയാം. അവർക്ക് എന്നാ വേണം. അച്ഛാ, എന്നാ പിന്നെ അവരോട് പറഞ്ഞിട്ടെ എൻ്റെ കവിതയും കൂടെ ഒന്ന് അച്ചടിച്ച് പുറത്തിറക്കി. അവരെയൊക്കെ വെറുപ്പ് ഞാൻ സമ്പാദിക്കണോ? അപ്പം ഇങ്ങനെ വെള്ളി മുങ്ങേ അപ്പം കളി വേണ്ട. വാ, ആപ്പാടെ കൈ മുതലായിട്ട് അത് മാത്രമേ ഉള്ളൂ. നാട്ടുകാരും കൂട്ടുകാരും നീ എവള് പബ്ലിക് എവളെ കഥയൊക്കെ എടുത്താൽ കൊടുത്ത് അവരെ വിരോധം കൊടുത്ത് നിങ്ങൾക്ക് ഈ പൈൻ്റടിക്ക് എന്ന് ഇയാളെ എന്ന് നന്നാവണേ? നിനക്ക് എന്നാണ് ഞാൻ കുറേ വൃത്തിയായിട്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ജീവിതത്തിൽ. അത് എഴുതി തുടങ്ങി വല്ല പുസ്തകം അച്ചടിച്ചിട്ട് വിൽക്കാം. നീ മെനഞ്ഞാന്ന് മുതൽ കഥ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാൻ പണ്ട് റബ്ബർ വിളയിൽ പോയ കാര്യമൊക്കെ ഞാൻ വിളിച്ച് പറയും. എന്തെങ്കിലും പുസ്തകം കുറെ ഉണ്ടല്ലോ, തുടക്കമായിട്ട് പഠിപ്പിരി ആൾക്കാരെ വായിച്ച് നശിക്കിട്ട്. നച്ചിക്കിട്ട് വായിച്ച് നച്ചിക്കിട്ടെന്നാ? അല്ല പിന്നെ നച്ചിക്കേ ഉള്ളൂ നിന്റെ കഥ. എൻ്റെ അല്ല നിങ്ങളെ കഥ. എന്റെ കഥ എന്തിനിരിക്കണടാ? ആ ഫോൺ ഇടാ, തങ്കം ചേച്ചി ഒന്ന് വിളിച്ചിട്ട് ഇയാളെ ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഇവ ഇങ്ങനെയുള്ള ഇവ 24 മണിക്കൂർ തങ്കം. നിങ്ങളെ ഭാര്യ ഞാൻ വിളിക്കിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നീ പ്രത്യേകം ഒന്നാള് കലിപ്പായി കിടക്കട്ടുമായി. അണ്ണാ നീ വിളിയടാ. നീ എന്റെ പുസ്തകത്തിനെ പറ്റി വല്ലതും പറഞ്ഞ നിന്റെ പുസ്തകത്തിന്റെ പേരറിയാമോ? ഗർജനം 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 ഗർജനം. അമ്മ എവിടെയാ ഗർജിച്ച് കിടക്കണത്? അപ്പോ എന്തിനു ചെറുക്കടയായി എങ്ങോട്ട് പോയി? കിട്ടണ വാങ്ങിച്ചോണ്ട് വരും. വാലു ഡേയ്, ഇവ എങ്ങോട്ട് പോയത്? ഗർജനം 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 തന്നെ. പൂമ്പാറ്റ ബാലരമ നല്ലല്ലേ? അല്ലേ തന്നെ നിന്റെ വേലയുള്ളൂ. മാറ്റചന്ദ്രൻ തമ്പി അല്ലേ? തന്നെ തന്നെ. നീ കളിയാക്കണല്ലോ. ആ, തല മൊത്തം ചെയ്യും. ഇതെൻ്റെ ആത്മകഥ. പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ കാണിച്ച വൃത്തികെട്ട കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതിലുണ്ടാ? ഇങ്ങനെ ഞാൻ വായിച്ചോടേ. ഇവ എന്തിനു കാണിക്കുന്നത്? അമ്മ അമ്മ, എന്താടാ? ഞാൻ അച്ഛൻ്റെ അടുത്ത് തിരിച്ചും മറിച്ചും ചോദിച്ചു, ആരാണ് അച്ചടിക്കാൻ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാൽ പറയണില്ല. നിനക്ക് തരാനായിട്ട് ഒരു മനസ്സമ്മാനം കിട്ടണില്ല അല്ലേ? ഇല്ല, മനസ്സമാനം കിട്ടണില്ല. എന്റെ മനസ്സറിഞ്ഞ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഏതെങ്കിലും വഴി അമ്മേന്റെ പൈസ കൊടുക്കേണ്ടി വരുന്ന പോയിഷ്ടമാണെന്ന് മനുഷ്യ പേടിപ്പിക്കാണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത്. അമ്മ കേട്ടിടത്തോളം ഈ ആത്മകഥ പരിപാടിയേ നല്ല ലാഭം ഉണ്ടെന്ന്. അമ്മ കുറച്ച് പൈസയും കൂടെ ഇറക്കുമായിരുന്നെങ്കിൽ ലാഭം മൊത്തം അമ്മയ്ക്ക് കിട്ടിയാനെ. ഹലോ, ഈ അച്ഛൻ ആത്മകഥ പരിപാടി എന്താ ലാഭം എന്ന് ആരാ പറഞ്ഞത്? വേറെ ആര് പറയാനാ? അച്ഛൻ തന്നെയാ പറഞ്ഞു. ആ, അപ്പൊ നമുക്ക് വിശ്വസിക്കാലോ. ഒന്ന് പോടി മണ്ടി. പിന്നെ അച്ഛൻ എങ്ങനെയല്ലേ പറയുള്ളൂ. അമ്മേ, ഇത് ആരെ സ്പോൺസർ ചെയ്യാൻ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. കണ്ടുപിടിക്കണം, അത്യാവശ്യമാണോ? തീർച്ചയായും. അല്ല, ഞാൻ അത് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാ. ആകാംക്ഷ നിനക്ക് മാത്രമേ ഉള്ളൂ? അല്ല, എനിക്കുണ്ട് ആകാംക്ഷ. അവർക്ക് മാത്രല്ല, ആകാംക്ഷ ഞങ്ങൾക്കും ഉണ്ട്. തന്നെ? എനിക്ക് ഭവാനി അമ്മയും കൂടെ വിളി. അമ്മ വിളിച്ചിട്ടാ? വേണ്ട വേണ്ട വേണ്ട, അമ്മ വിളിക്കൊന്നും വേണ്ട. ബാലു പറ, എങ്ങനെയാ കാശ് കിട്ടിയേ? കാശ് എങ്ങനെ കിട്ടിയേ? പാർട്ടിക്കാര് തന്നു. ഏത് പാർട്ടിക്കാര്? അഗസ്റ്റിൻ ജോസഫിന്റെ. എതിർ പാർട്ടിക്കാര്. എതിർ പാർട്ടിക്കാരെ എന്തിനാ അച്ഛനെ അച്ചടിക്കാൻ വേണ്ടി കാശ് തരണേ? എടീ, ആ ആത്മകഥയില് അഗസ്റ്റിൻ ജോസഫിന്റെ പഴയ അഴിമതി കഥകൾ ഞാൻ എഴുതി. അപ്പോൾ എതിർ പാർട്ടിക്കാർ ഇത് രാഷ്ട്രീയവൽക്കരിച്ച് ഇയാളെ കൈവാരെത്തിക്കാൻ വേണ്ടി എനിക്ക് പൈസ തന്നു. അല്ല, അപ്പൊ ഈ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും പോരാണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. ഒരിക്കലും ഉണ്ടല്ല, നിങ്ങൾ അച്ഛൻ മനസ്സമ്മാനം തരൂല. ആദ്യം പിടിച്ച് ചാവും നിങ്ങളവിടെ ജീവിച്ച. എന്താ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ? ആ, അത് തന്നെ. അമ്മ എന്തിനെങ്കിലും മേടിക്കണ്? അല്ലെങ്കിൽ അച്ഛന്റെ ബുക്ക് ആരെങ്കിലും വാങ്ങി വായിക്കാൻ പോണ? അല്ല അച്ഛാ, അച്ഛന്റെ ബുക്ക് അല്ല വാങ്ങി വായിക്ക. കേരളത്തിലെ പല കോണുകളിൽ ചൂടപ്പം പോലെ അച്ഛന്റെ ബുക്ക് വിറ്റ് കഴിയണം. അറിയണ എനിക്ക്? അറിഞ്ഞില്ല. അറിഞ്ഞില്ല, അറിയണടാ. കോട്ടയത്ത് നിന്നായിരിക്കും ഡിസ്ട്രിബ്യൂട്ടറെ. ഹലോ, ആ എങ്ങനെയുണ്ട് പുസ്തകത്തിന്റെ മൂവ്മെന്റ്സ് ഒക്കെ? ഓ ഓ നല്ല മൂവിങ് ആണല്ലേ പുസ്തകത്തിന്?
മൂവിങ് ആണ്. ഉം. കൊല്ലത്ത് വിളിച്ചോട്ട്. കൊല്ലത്ത് മാത്രമാക്കണ്ട, കാസർഗോഡും പത്തനംതിട്ടയും കോഴിക്കോടും ആലപ്പുഴ എല്ലായിടവും വിളിക്കുക, എല്ലാ ഏജന്റുമാരെയും വിളിക്കുക. കൊല്ലത്ത് ഷൂട്ടറാ. ആ സുഗുണ, എങ്ങനെയുണ്ട് നമ്മുടെ പുസ്തകത്തിന്റെ മൂമെന്റ്സ്? എന്താണ് ഒരു വിഷമം? പോടാ അണ്ണാ, ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഈ പുസ്തകം എഴുതുക, ഈ ആത്മകഥ എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്കകത്ത് ഇത്തിരി ആൾ താമസമുള്ളവർ ചെയ്യുന്ന പണിയാണ്. നിനക്കതില്ലാതെ നിനക്കേ അറിയാം. നിനക്ക് പറ്റിയത് ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരിയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, അറിയാമെന്നുള്ള പണി വല്ലതും ചെയ്യാൻ നോക്ക്. ഈ പുസ്തകം കൈവടികളെ ഞാൻ പോടാ ഒക്കി തുറന്നാ യോഗ കൊണ്ടാടാ ഇതല്ല ഇവിടെ ബഹളം എന്തേ? അണ്ണാ ഒരു വരി പോലും എഴുതാൻ അറിയാത്തവൻ ഒരു ബുക്ക് എഴുതി എന്നെ അവൻ കളിയാക്കണം. ഡേയ് ബുക്ക് കിട്ടിയില്ല, പൈസ എല്ലാം ഇരിപ്പുണ്ടാടേ. നന്നായി, ഒരെണ്ണം പോലെ പറ്റില്ല. പിന്നെ എവിടെ നിന്നാ പൈസ കേട്ടാ? വിറ്റാലും ശരി വിറ്റില്ലെങ്കിലും ശരി, എനിക്ക് ചെലവ് എടുക്കണം നീ. ആ ചെലവല്ലേ, ആ വലിയ കാര്യമൊന്നുമില്ല. അതിന് ബുക്ക് വിൽക്കണമെന്നൊന്നുമില്ല. ആ ബാലു, നീ വിഷമിക്കണ്ട. ഈ ബുക്കെല്ലാം കൂടെ എൻ്റെതാ. ഞാൻ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുപോയി വിറ്റ് കാഴ്ച കയറാം പോരെ? അയ്യ, നിങ്ങൾക്ക് തലയ്ക്ക് സുഖമല്ലാണ്ടാ നിങ്ങൾക്ക്? ഇത് ആരെങ്കിലും വാങ്ങിക്കുമോ? ആ സമയം കൂടെ 10 ലോട്ടറി ടിക്കറ്റ് എടുത്ത് വിൽക്കാൻ നോക്കി, നിങ്ങൾക്ക് 10 പൈസ കിട്ടും. ഡേയ് കൂടുതൽ ആക്കല്ലേ കേട്ടാ. പറയട്ടാ വാങ്ങി അവ ഇഷ്ടം പോലെ പറയാൻ നോക്കട്ടെ. ഏയ് കേട്ടോ കണ്ണാ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. നീ ഇത്രയും നേരം കോമാളിത്തരല്ലേ പറഞ്ഞേ, ഇന്നെങ്കിലും സീരിയസ് ആയിട്ട് പറ കേക്കട്ടെ. അതല്ല, നീ ഇത് മൊത്തം എത്ര ബുക്ക് അടിച്ചത്? 2000 ബുക്ക് അടിച്ചു. ഈ 2000 ബുക്കും ഒരുമിച്ച് തീരാ ഒരു വഴിയുണ്ട്. പറയട്ടാ, എന്താണ്? ഈ മൊത്തം ബുക്കും ഉണ്ടല്ലോ എൻ്റെ കടക്കിങ് ഇതാ, ഞാൻ സാധനങ്ങൾ പോഞ്ഞു കൊടുക്കാൻ എടുത്തോളാം. 2000 ബുക്ക്? അതിന് ഒരു ബുക്ക് പൊതിയുള്ള സാധനങ്ങൾ നിന്റെ കടക്കകത്തുണ്ടാടാ. ഉണ്ടാടാ എന്ത് എറിയണില്ലേ? എറിയണ്ടടാ, എനിക്കല്ല അറിയാതെ. നീ പോടെ, നീ പോ. അവിടെ നിന്നോളി, ഇപ്പൊ ബുക്ക് കിട്ടിയ പൈസക്ക് വെള്ളം അടിക്കാം. നീ പോടാ കേട്ടോ. അവിടെ നിന്നോളി. പോ ജോലി ആക്കി. എടാ ബാലു, യഥാർത്ഥമായിട്ട് ഈ ബുക്കിന്റെ കാശല്ലോ നീ മുടക്കിയ? അല്ല, കാശൊന്നും മുടക്കില്ല, കാശൊക്കെ അവന്മാരനെ മുടക്കിയത്. എന്നാലും ഞാൻ എഴുതിയ ബുക്ക് വിൽക്കില്ല എന്ന് പറയുമ്പോഴേ ഒരു സങ്കടം, അത്രേ ഉള്ളൂ. ഒരു കണക്കിന് അത് നല്ലതായിപ്പോയി. അല്ല, നീ എന്നെ പറ്റിയുള്ള അപരാധങ്ങളും ചീത്തകളും ഒക്കെ അല്ലേ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് നീ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഞാൻ ചുമ്മാ അറിഞ്ഞല്ലേണ്ണ. ചുമ്മാ അറിഞ്ഞാണ്? ഞാൻ വിചാരിച്ച് നീ മൊത്തം എഴുതിയ കളത്തിനും പറഞ്ഞില്ല, സത്യമാണെന്ന് വിചാരിച്ചു. ഇല്ലവാ, ഞാൻ സത്യം തന്നെ പറഞ്ഞത്. നിങ്ങളെ പറ്റിയുള്ള വൃത്തിയായിട്ട് ഈ ബുക്ക് നിൽക്കുവോ? അത് വലിയ എത്രയുള്ള ബുക്ക് വേണം, ഞാൻ എഴുതുകയും ചെയ്യും. നോക്കിയോ ബാലു ചായ. ഭവാനിയേ, എനിക്ക് ചായ ഇല്ലേ? അത് നീ ചായ ഒക്കെ കുടിക്കൂ, വേറെ ചിലതൊക്കെ അല്ലേ നിനക്ക് പതിവ്. കുട്ടണ, അതൊക്കെ ഞാൻ നിർത്തി കുട്ടണ. എത്ര ദിവസത്തേക്ക്? മോളെ, ഓ ബാലൻ തേടി. ബാലം മുറിക്കകത്തുണ്ട്, അതാ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നു. അവൻ ഇതുവരെ എണീറ്റില്ലേ? അവൻ ഒരു ജോലിയില്ലേ മോളെ? അല്ലച്ചാ, ഈ പേന കൈ കിട്ടിയതിന് ശേഷമേ സ്കൂട്ടർ എടുക്കണതൊക്കെ നിർത്തി. അവന് പറ്റിയ പണി റിപ്പയറിങ് തന്നെയാ. എടി കൊച്ചേ, നീ അവനെ വിളിച്ചുണർത്തി ഒരു ചായയൊക്കെ കൊടുത്തിട്ട് പൂർണ്ണ ജോലി ചെയ്യാൻ പറ. ചെല്. അത് തന്നെ അമ്മ, അറിയാൻ പാടില്ലാത്ത പണി ചെയ്ത് വെറുതെ പണി വാങ്ങാതെ അറിയണ പണി ചെയ്ത് കുടുംബം നോക്കാൻ പറ. വീട്ടിൽ കയറി അട ഇരിക്കാതെ നീ വല്ല ജോലിക്ക് പോടാ ചപ്പറത്തലയാ. ഇതാണ് കുഴപ്പം, ആർക്കും ഉപദേശം ഇഷ്ടമില്ല. ഇതല്ലേ നിന്നോട് ഞാനിപ്പോ ഒന്നും പറയാത്തത്. മാമൻ എന്നെ ഉപദേശിക്കാം, അതുപോലെയാണ് അവൻ. മാമൻ അതിനുള്ള അധികാരമുണ്ട്, അതുപോലെയാണ് ഈ ചപ്പറത്തലേ അല്ലേ. ഞാൻ പുസ്തകം എഴുതി, അത് വിപണിയിൽ വരികയും ചെയ്തു. പക്ഷെ വിപണി മാർക്കറ്റ് പിടിച്ചടക്കാൻ കുറച്ച് സമയം കൊടുക്കും. ഒരു എഴുത്തുകാരനെന്നുള്ള നിലയിൽ എനിക്ക് വളരെ കുറച്ച് സമയം എന്താ. അല്ല, ഈ എഴുത്തുകാരൻ എന്ന നിലയിൽ എത്ര സമയം വേണ്ടി വരും?
5 words. 5 വർഷോ? ഒരു 10 വർഷം ചോദിക്കടാ. ഒരു വിരോധമില്ല, തന്നാ കുഴപ്പമില്ല. 10 വർഷോ? മിണ്ടിപ്പോരുത്. 10 വർഷം പോയിട്ട് 10 മിനിറ്റ് ഞാൻ നിൽക്കരില്ല. വാ അവിടെ പോയിരിക്കും. ഇവിടെ അവിടെ പോയിരുന്ന് പണി ചെയ്യാൻ നോക്ക്. നീ അടക്കളയിൽ പോ. വേണ്ട, ഭക്ഷണം കഴിക്കാൻ പോലും നിങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ കൊണ്ടുതന്നുള്ള സമയത്തിന് ചെല്ലേ. അത് ഞാൻ അടുക്കള പോയിക്കോളാം, നിങ്ങൾ പോയി ഇങ്ങോട്ട്. നീ അടക്കളയിൽ പോടി. ഇങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞത്? പോവന്ന് ഞാൻ പോയി വിട്. ആ പോ. വിട്. വിഷ്ണു പിടിക്കടാ. എവിടെ പോണ്? വിടറാ. 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 ഞാൻ ജംഗ്ഷനിൽ പോണം. ജംഗ്ഷനിൽ പോണം. ജംഗ്ഷനിൽ പോണ എന്തിനാ ഇങ്ങനെ നടന്ന് കാണിക്കണത്? പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടില്ല. എന്നെ പിടിക്കാതെ. വന്ന് പിടിക്കണ. വിടാൻ പറ. അച്ഛനെ പിടിച്ച് മറിച്ചിടരുത്. വിട്. വിടറാ. വാ. ആ പൊക്കിക്കോ. വിടറാ. അത് തന്നെ. വിടറാ. ഹേയ്. അവിടെ ഇരി. അമ്മ അയ്യോ എന്നെ അമുക്കല്ലേ. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. അവിടെ സ്കൂട്ടർ അവിടെ. വിടറാ. അറേ ഇനി പേന വേണ്ട, സ്കൂട്ടർ മതി. പിടി. ഐശ്വര്യമായിട്ട് രണ്ടാമത് തുടങ്ങിക്കോ. വാ പോരിങ്ങോട്ട്. അതുകൊണ്ട് എഴുതിയാൽ മതി. ഇതുകൊണ്ട് എഴുതണ്ട. എന്നാ പിടി. പോ. അച്ഛാ എന്ത്? അച്ഛാ മൊത്തം ഡാർക്ക് സീനാണല്ലേ. ഡാർക്ക് സീൻ. അതായത് പരിപാടി മൊത്തം കുളമായല്ലോ എന്ന്. അച്ഛൻ വിഷമിക്കണ്ട അച്ഛാ. അച്ഛൻ്റെ ഒന്നാമത്തെ ഗർജന കേൾക്കാത്ത സ്ഥിതിക്ക് അച്ഛനൊരു കാര്യം ചെയ്യും. അച്ഛൻ വേറൊരു പുസ്തകം എഴുത്. വീണ്ടും ഗർജനം. പെണ്ണേ പോ. വീട്ടുകാരെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സപ്പോർട്ടും ഇല്ല. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. വിഷമാവണ്ടല്ലേ? ഇങ്ങോട്ട് നോക്ക്. ഇതുപോലെ തന്നെ ഞാനും ഒരേ കവിത എഴുതിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ കളിയാക്കൂല പൊട്ട കവിതയാന്നും പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സെന്തോരും നോവുന്ന് ഇപ്പൊ അച്ഛന് മനസ്സിലായ? ചേച്ചിയുടെ പൊട്ട കവിതയും അച്ഛൻ്റെ ഈ ആത്മകഥയും കൂടെ താരതമ്യം ചെയ്യാതെ. കവിത ഇത് ഗർജനമാണ്, ഗർജനം. ബാലുണ്ടോ? ആ വാടാ. ഇതാ എന്റെ ബാലുനെ എത്ര നേരം കൊണ്ട് നിങ്ങളെ വിളിക്കുന്നു ഞാൻ? നിങ്ങളെ ഫോൺ എന്തൊരു സ്വിച്ച് ഓഫാ? സ്വിച്ച് ഓഫ് അല്ല, സൈലൻസിലിട്ടാണ്. ഫസ്റ്റ് നമ്മളെ എടുത്തോടാ. എന്ത് ഫോണിൽ കിടന്ന് വിളിച്ചെന്തിന്? അല്ല എന്താ കണ്ണൻ പിന്നെയും വന്ന് എന്തെങ്കിലും കെണിയപ്പിക്കാൻ വേണ്ടി വന്നതാണോ പിന്നെ? അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? ബാലുനെ എഴുതി അന്തർജനം എന്ന് പറഞ്ഞുകൊണ്ട് അണ്ണ എഴുതിയില്ലേ എന്തോ കഥ? ആ കഥ അന്തർജനം ഗർജനം. ഇത് ഭയങ്കര ഹിറ്റായി. പത്രക്കാരൊക്കെ ഒരുപാട് പേര് മേടിച്ചു കൂട്ടി. ഇപ്പൊ വിറ്റച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ. തന്നെ ഏണ്ടമാരെ എന്നെ കിടന്ന് വിളിക്കുന്നത്. അതിന് നിങ്ങളെ ഞാൻ വിളിച്ചാൽ നിങ്ങൾ എപ്പോഴും സ്വിച്ച് ഓഫ് പോണ്. അല്ല നേരാണോ പറഞ്ഞേ? ഉള്ളത് ചേച്ചി സത്യം. വിളി എറണാകുളം, പാലക്കാട്, കോട്ടയം, കൊല്ലം എല്ലായിടത്തും. എറണാകുളത്ത് ഗർജനം ഇല്ല. എറണാകുളത്തും ഇല്ല, കൊല്ലത്തും ഇല്ല ഗർജനം. കൊല്ലത്ത് ഗർജനം ഇല്ലല്ലോ. കൊല്ലത്ത് വിളിച്ചോട്ട്. കോട്ടയത്ത് വിളിക്കാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ പബ്ലിഷ് ചെയ്ത സ്ഥലം. ഹലോ സാജ. ഇല്ല, കോട്ടയത്ത് ഗർജനമില്ല. ഇല്ല, ഒറ്റ ഗർജന പോലും കോട്ടയത്തില്ല. അടിപൊളി. ഓക്കെടാ താങ്ക്സ്. കൊല്ലത്ത് വിളിച്ചോട്ടെ. ഹലോ ശശി, എടാ എൻ്റെ സ്റ്റോക്കില്ല. അവിടെ കൊല്ലത്ത് ഗർജനമില്ല. സന്തോഷമുണ്ടാ. ശരിടാ, ഗർജനം കിട്ടായില്ല. എങ്ങും ഇല്ലണ്ണ. അതിന് ഞാൻ വന്നത്. ഇപ്പം എന്ത് ചെയ്യും? എനിക്കൊരു പുസ്തകം ഒന്നുകൂടെ വേണമെന്നുണ്ടാ. അപ്പൊ ഇനി ഗർജനം കിട്ടായില്ലല്ലോ. ഇപ്പം എന്ത് ചെയ്യും? ഗർജനം അടുത്ത് കിട്ടായില്ലടാ. കിട്ടായില്ലണ്ണ. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ? അണ്ണ എഴുതണണ്ണ.
ഇനി എഴുതുന്നു. അല്ലല്ല അണ്ണാ അച്ചടിക്കണം. ഇപ്പൊ എന്ത് ചെയ്യൂടാ അത്? അച്ഛാ അച്ഛൻ ചൊക്കലിങ്ക മാമ അടിച്ച് പറ. ചൊക്കലിങ്ക മാമ എടുത്ത് വിളിച്ച് പറ ബുക്ക് കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. ഇവിടെ എങ്ങും കിടക്കല. ഗർജനം മുടിഞ്ച് തീർന്ന് കംപ്ലീറ്റ് തീർന്ന് ഇവിടെ. ആ ഒരു കാര്യം ചെയ്, അടി തുടങ്ങ്. ഗർജനൈ അടി തുടങ്ങ്. ആ ഒരു 5000 ബുക്ക് പോരാടാ. ഒരു 5000 ബുക്ക് അടി തുടങ്ങ്. ഇത് ലോറിക്കാരി ഇഞ്ചി അണപ്പ് അണച്ചാച്ചി ഇഞ്ചി വിട്. ഓക്കെ ഓക്കെ. ആ நல்ல கலர்ஃபுல்லா பெருசா அப்பே. ஆமா ஆமா. அழாத அழாத. இல்லை நான் வந்து தமிழில் கற்றுக்கிறேன். கர்ஜன புக்கு நல்லா படித்து தமிழில் கற்றுக்கிறேன். ஆனால் என்னோட ஜீவித கதை, ஆத்மகதை, வயலன்ஸு அடி இடி எல்லாம் இருக்குது. உங்களுக்கு தாங்க முடியாது. அதனால் நான் பக்கத்து வந்து எல்லாமே நான் கற்றுத்தரேன். എന്താ ജി? അല്ല ഇത് സത്യമാണ്. സത്യമാണ്, ഉള്ളതാണ്. ஆமாங்க ஆமாங்க ஆமாங்க. ஆமா ஆமா ஆமா. சரி சரி சரி. ஆ எல்லாமே உண்டு. வாய் ஒழிச்சு அந்த விட்ட படிச்சாலே மாதிரி இந்த வாயில பார்த்துக்கிட்டு வர இதுப்பு தெரியலையே. நம்ம கஷ்டப்படம் தெரியலையே. ஆனால் எழுத்து அப்படி இல்லை. ஸ்டைல் வேற ஸ்டைலு தானே எழுத்து. ஆ ஆ ஆமாம் ஆமாம் ஆ ஆமாங்க ஆமாம். അടിപൊളി. ஆமா എന്താ മുഖത്തിന് വിഷമം പോലെ? അവൻ ഇത്രയും കളിയാക്കണ്ടെന്നൊരു തോന്നൽ. ഇന്നലെ നീ എന്തൊക്കെയാണ് നീ വിളിച്ചവൻ്റെ അടുത്ത് പറഞ്ഞത്? ഒരു മോശമായി പോയി കേട്ടാ. ശരിയാണ്, ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം. പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടും ആലോചിച്ചിട്ടൊന്നും കഥയില്ല. അതല്ലണ്ണ, ഞാൻ അറിഞ്ഞ ഇവൻ്റെ ഈ പുസ്തകം എത്രയും ഹിറ്റാവും, ഇവൻ എത്രയും വലിയ ആരാധകരൊക്കെ ഉണ്ടാവുമെന്ന്. എന്നാ ഒരു സംശയം, ഇവന് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറയണതാണ്. അങ്ങനെയൊന്നും അല്ലടാ. ഞാൻ ആര്യനാട് ഫോൺ വിളിച്ച് ചോദിച്ച് ഇവന്റെ ബുക്ക് ആ കടകളിലെ കൊണ്ടുവന്നു. ഒറ്റൊന്നും ഇല്ലെന്ന്, എല്ലാം വിറ്റുപോയിന്ന്. അണ്ണാ, ഞാനൊരു ആത്മകഥ എഴുതിയാലോ, ബാലുവിൻ്റെ അനിയൻ്റെ ഗർജനം എന്ന് പറഞ്ഞിട്ട്. നീ ഗർജിച്ചോണ്ടിരി ആമ്പിളരെ കപ്പം കൊണ്ട് പോയി. ആ എന്തോ നാടാ ശങ്കര കപ്പിന്റെ സോസന്റെ കാര്യം പറയുന്നത്? ബാലുവിന്റെ കാര്യം പറഞ്ഞതാണെന്നാ. അവൻ എവിടെ പോയി? മാമ അറിഞ്ഞില്ലേ, മധുരന്ന് 2ാമത്തെ ലോഡ് വണ്ടിയും വന്നെന്ന് പുസ്തകം കൊണ്ട്. അതിൻ്റെ പ്രകാശനം ഇന്ന് നടക്കുകയാണ് ഇവിടെ നമ്മുടെ ടൗൺ ഹാളിൽ. അവിടെ പോയെന്നാണ് അറിഞ്ഞത്. ഏതായാലും എനിക്ക് സന്തോഷമായി. പാല പണി ചെയ്ത് പൊളിഞ്ഞിട്ടും ഈ ഒരു കാര്യത്തിലെങ്കിലും അവനൊന്ന് വിജയിച്ചല്ലോ, അത് മതി. അവന് ഇത് നേരത്തെ എഴുതി കൂടായിരുന്ന, ഇപ്പൊ അവന് തോന്നാൻ എന്താ കാര്യം? അതെ, നിങ്ങൾ ആരെങ്കിലും ബാലു എഴുതിയ പുസ്തകം വായിച്ചോ? അതെന്തോ മാമി, മരുമാന്റെ പുസ്തകം വായിക്കാൻ മാമിക്ക് ഇത്ര കൊതിയായ? അതല്ലടാ, അവൻ നമ്മളെക്കുറിച്ച് എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയണ്ടേ? അത് ശരിയാണ്, പക്ഷെ പുസ്തകം കിട്ടണ്ട മാമി. ഞാൻ കടയിലൊക്കെ പോയി അന്വേഷിച്ചു, ഒരിടത്തും എല്ലായിടത്തും തീർന്നു പോയോ? അയ്യോ, അപ്പൊ എടാ അവന്റെ ഒരു പുസ്തകമുണ്ട്, അതെങ്ങനെയും അടിച്ചു മാറ്റാൻ നോക്ക്. നമുക്കറിയാലോ എന്തൊക്കെ എഴുതിയിരിക്കുന്നത്. നന്നായി മാമി, അത് തറയിലോട്ടൊന്ന് വയ്ക്കണ്ടേ, വച്ചിട്ടാണ് എനിക്ക് എടുത്ത് വായിക്കാൻ. എടീ, ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാ, എന്നെ പറ്റി അവൻ നല്ലത് എഴുതും. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നോ? എടാ സുരേന്ദ്ര, അടുത്ത ലോഡ് പുസ്തകം മധുരേന്ന് വരുമ്പോഴേ ഒരു പുസ്തകം നീ അടിച്ചു മാറ്റണം. നമുക്കും അറിയണമല്ലോ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. എനിക്കതല്ലേ എന്നെ പറ്റി അവ എന്തൊക്കെ എഴുതി പറ്റേക്കണമെന്ന് ഇനി ദൈവത്തിന് എന്നെ അറിയാം. ഭഗവാനെ, പേടിക്കണോണ്ണാ, നിങ്ങൾ പേടിക്കണം. ആ പുസ്തകം എങ്ങാനും തങ്കം ചേച്ചി വായിക്കുമെങ്കിൽ നിങ്ങളെ ഒലക്ക എടുത്തോണ്ട് അടിക്കാൻ ഓട്ടിക്കും, ഉറപ്പ്. ഒലക്ക എടുത്തോണ്ട് അടിക്കാൻ വരുമോ? എന്നെ പറ്റി എന്തെങ്കിലും അവൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒലക്ക എടുത്തോണ്ട് അവന്റെ പുറകെ ഓടുന്നത് ഞാനായിരിക്കും. ഓ നടങ്ങന്റെ ഭവാനി, അവൻ എന്താ എഴുതിയിരിക്കുന്നത് അറിഞ്ഞിട്ട് പോരെ ഈ പടപ്പുറപ്പാടൊക്കെ. അവനെ പ്രകാശനം കഴിഞ്ഞെങ്കിൽ എത്തുമല്ലോ. ആ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. ഒരു ആട്ടോ വന്നിരിക്കണേ.
എടാ ഇത് എന്തോന്ന് വേഷം എടാ? ഇത് കണ്ടിട്ട് പിടിക്കണില്ലേ? എന്താ ഇത്? എൻ്റെ മാമി പുസ്തക പ്രകാശനം കഴിഞ്ഞിട്ട് വരണ വഴിയിൽ വാഴക്കാല ജംഗ്ഷനിൽ വെച്ച് നമ്മളാ പയ്യന്മാരെല്ലാം കൂടെ ചേർന്ന് എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് എൻ്റെ അമ്മവും ഉമ്മയും വൈപ്പും ബഹളവും ഒരു സാഹിത്യകാരൻ അറിഞ്ഞില്ല എങ്ങനെയായിരുന്നാലും എനിക്ക് പൗരസമയത്ത് സ്വീകരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും മാലയും ബൊക്കയും കൈയടിയും ബഹളവും ആരവും. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. എന്നാടേ നീ വെള്ളയും ഇട്ടുകൊണ്ടിരുന്ന നീ അല്ലടാ പറഞ്ഞത് സ്ക്രൂ ഡ്രൈവർ മാത്രമേ എനിക്ക് വഴങ്ങുള്ളൂ, പേന വഴങ്ങൂലാന്ന്. നീ എന്തൊക്കെ വഴങ്ങുന്നത് ഞാൻ കാണിച്ചു തരടാ എനക്ക്. ഈ ബുക്ക് ഇത്ര ഹിറ്റായ സ്ഥിതിക്ക് കാശ് വല്ലതും കിട്ടിയാടേ? ഇയാള് ചോദിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഒരു സാഹിത്യകാരൻ നിലയിൽ, ഒരു കലാകാരൻ നിലയിൽ, ഒരു എഴുത്തുകാരൻ നിലയിൽ എൻ്റെ അക്ഷരങ്ങളെ വിറ്റ കാശ് കൊണ്ട് ഇയാൾ കോഴിതുള്ളി മദ്യം ഞാൻ വാങ്ങിച്ചു തരൂല. ഈ സാഹിത്യകാരനാണ് പറഞ്ഞത്. നീ എന്നടാ സാഹിത്യകാരായത്? അല്ല മാമ? ആന്നടാ. ആ എൻ്റെ നീലൂടെ, എൻ്റെ നീലും പിള്ളേരോടെ എനിക്ക് കാണാൻ കൊതിയാവണം. അവരാണ് ഇതിൻ്റെ പിന്നിലും മുന്നിലും. അതെങ്ങനെടേ അവരിതിന്റെ പിന്നിലും മുന്നിലും ആവും? തള്ളയും മക്കളും കൂടെ നിരന്തരം എന്നെ ചീത്ത വിളിക്കുകയും ഞാൻ കൊള്ളരാടുന്നെന്ന് പറഞ്ഞ് അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ടാണ് എഴുതിയത്. നീലുവേ, നീലു, നീലുവേ, നീലു. ആ ആറാ നീലു കാണ. എന്ത് മാലയും പൊക്കെ? ഞാൻ എന്താ കണ്ടിട്ടില്ലേ മാലയും പൊക്കെ? ഈ മാലയും പൊക്കെ അല്ല, എന്റെ ജീവിത വിജയം കാണടി. നീ ആദ്യമായിട്ടല്ലേ കാണണം, കാണ്. അതിനൊരു അവസരം ഇതുവരെ തന്നിട്ടില്ലല്ലോ കാണാനായിട്ട്. കൺകുളിർക്ക കാണടി, കൺകുളിർക്ക കാണടി. എനിക്ക് നേരത്തെ അറിയായിരുന്നു. അതൊക്കെ പോട്ട് സാഹിത്യകാരനായ എന്നെ ബലം പ്രയോഗിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പണി കഴിപ്പിച്ച ഒരു ചപ്രത്തര ഉണ്ടല്ലോ. ഇവിടെ വായി, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇവിടെ വാ. കാണാടാ, കാണ ജീവിത വിജയം കാണടാ, കണ്ട് ആസ്വദിക്കടാ. ഇല്ല അച്ഛ, ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്താൽ അച്ഛൻ്റെ ഗർജന ഹിറ്റാവുന്ന എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് സത്യം നല്ല ഉറപ്പുണ്ടായിരുന്നു സൂപ്പർ ഹിറ്റ് ആവുമെന്ന്. നീ മിണ്ടിപ്പോലെ നീ. എടാ എന്റെ ഗർജനം വലിച്ചു കീറി നിന്റെ പൊട്ടക്കടല സ്ഥാനങ്ങൾ പൊതിഞ്ഞു വെച്ചാൽ നീ പറഞ്ഞടാ, പറഞ്ഞടാ. അയ്യ അണ്ണ അങ്ങനെ പറഞ്ഞാലേ നിന്നെ വാശി കയറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലേ. അത് വാശി കയറ്റാനാ? എടാ വാശി കയറ്റുമ്പോൾ കടലിൽ ചാടാ ഞാൻ ഹനുമാനാടാ. തരടാ. അതിപ്പോ ഈ രൂപ നോക്കുമ്പോഴേ എടാ മക്കളെ, നിന്റെ ഒരു ഗർജന മാമിക്ക് താടാ, മാമി ഒന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ ചോദിച്ചത് നീ എഴുതിയ പുസ്തകത്തിന്റെ കാര്യ പറഞ്ഞ്. അയ്യേ പുസ്തകം 200 രൂപയാണ്, അങ്ങനെ ഓസ് നിങ്ങൾ വായിക്കണ്ട. അതുമല്ല മാമി, ഒരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ നിന്ന് വായിച്ച ഒരു വരി മാമിക്ക് മനസ്സിലാവില്ല. ഇതിലെന്റെ ആത്മനൊമ്പരങ്ങളും വേദനകളും ഒക്കെയാണ് ഇതിന്റെ അകത്ത്. അല്ല ഇത് വായിച്ചിട്ട് കോമഡി പുസ്തകമല്ല ബാലു എഴുതിയത്. അല്ല ഇത് മലയാളത്തിലുള്ളതല്ലേ, തമിഴിലൊന്നും അല്ലല്ലോ. എങ്ങെങ്ങ് മനസ്സിലാവും. ബാലു കൊടുക്ക, അമ്മ ചോദിച്ചല്ലോ, ഒന്ന് വായിക്കാൻ കൊടുക്ക്. എന്റെ നീലു, കേരളത്തിലെ പുസ്തകങ്ങൾ കിട്ടാനില്ല. പിന്നെ ഈ ഓസിന് എങ്ങനെ വായിക്കാൻ കൊടുക്കും? ആ പത്രക്കാരൻ കണ്ണ പറഞ്ഞു കേട്ടാ 200 രൂപ പുസ്തകം 2000 രൂപയ്ക്ക് ബ്ലാക്ക് വിറ്റേരാന്ന്. എനിക്ക് വേണ്ട ബാലു, അത്തരം ഇതൊന്നും വേണ്ട ബാലുവിനെ. പിന്നെ ചൊക്കലിങ് മാമായി അയച്ച 5000 പുസ്തകം ലോഡ് ഇപ്പം ലോറി വന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെറും ലോറിയാണ് കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുസ്തകം നാനാ വഴിയിൽ വിറ്റ് പോയിട്ടുണ്ട്. എങ്ങും ബാലു, എങ്ങും ഗർജനം, കേരളം മൊത്തം ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഇടയിൽ. കാരണം ജീവിതാനുഭവങ്ങൾ അവർക്കാണല്ലോ കൂടുതൽ. ബാലുവിനെ കാണാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുകയാണ്. എങ്ങും ഗർജനം, എവിടേക്കാണ് വാ വളർന്ന് നിൽക്കാതെ മനസ്സിലാക്കുക, മനസ്സിലാക്കുക. അമ്മ സമയം ഇനി ലേറ്റ് ആയിട്ടില്ല. എന്തിന്റെ സമയം? എന്റെ കവിതാ സമാഹാരം പുറത്തിറക്കാൻ വേണ്ടിട്ടേ. അച്ഛന്റെ ഗർജന ഇപ്പൊ ഹിറ്റ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്റെ കവിതയെ കൂടെ പുറത്തിറക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹിറ്റ് ആവുമാ. ഗർജനം ബാലചന്ദ്രൻ നമ്പിയുടെ മകൾ ലക്ഷ്മി ബാലചന്ദ്രൻ നമ്പിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കവിതകൾ. തെരഞ്ഞെടുക്കപ്പെട്ട കവിതകളോ? അല്ല ഇത്ര അധികം കവിതകൾ ചേച്ചി എഴുതിയിട്ടുണ്ടോ? എന്തോ ഭാഗ്യം കൊണ്ടാണ് അച്ഛന്റെ ഗർജന ഹിറ്റായത്. അതുപോലെ നിന്റെ കവിതാ സമാഹാരം ഒന്നും ഹിറ്റ് ആവണമെന്നില്ല. വേറെ പണി നോക്കു വെച്ചേ. ഒരു പ്രാവശ്യം ചക്ക വീണ് മോയിലെത്തെന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും സംഭവിക്കണമെന്നില്ല. ചക്ക വീട് മോളിൽ ചെത്തിട്ടാണോ എന്റെ അച്ഛന്റെ പുസ്തകം ഹിറ്റായേ? അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാ ഹിറ്റായേ. ഇത് ശിവ, നിനക്കൊരു അക്ഷരം ഉണ്ടാവുള്ള വോയിസ് വിടില്ല. ഇടി അച്ഛന്റെ ഈ പുസ്തകം പൊട്ടിന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗർജനമെന്ന് എഴുതാൻ പറഞ്ഞോളല്ലേ ഇടി നീ. അതെ, അച്ഛൻ അതിന്റെ പുറകെ നടന്നുകൊണ്ട് ഇവിടെ വീട് കഴിയണമെന്ന്, വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. 10 കാശ് വീട്ടിലേക്ക് വന്നാലേ വീട്ടിലെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇത് അതിന്റെ പുറകെ നടന്നിട്ട് വീട്ടിലെ പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കുക. പൈസ ഒന്നും ഇങ്ങോട്ട് വരണമില്ല. പൈസ ഒന്നും ഇങ്ങോട്ട് വരണം ആര് പറഞ്ഞു?
അച്ഛനേലൊക്കെ പൈസ ഉണ്ട്, അമ്മയടുത്ത് പറയാത്താണ്. ആ പറഞ്ഞില്ലെങ്കിൽ കാര്യമായി പോയി. ഇവിടുത്തെ പഴയതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ല. ഇതൊന്ന് പഴയതൊന്നും ഇവിടെ ആരും മറന്നിട്ടില്ലെന്ന്. എന്ത് പയ്യത്? എന്തെന്നാ? ഓഹോ അമ്മേ, അച്ഛൻ ഇവിടെ ഒരു ജോലി ഇല്ലാതെ ഇവിടെ കുത്തിയിരുന്നപ്പോഴേ നിങ്ങൾ എല്ലാവരും കൂടെ കണക്കിന് അച്ഛനെ കളിയാക്കിയില്ലേ? മാത്രമല്ല ഒരു കാശിനും കൊള്ളാത്തന്നെ വിളിച്ചില്ലേ? ഇപ്പൊ അച്ഛൻ എഴുതി 10 കാശ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ എല്ലാം കൂടെ കൂടിയിരിക്കുക, ചക്കര ഈ ചോട്ടിയിരിക്കും പോലെ. എന്റെ കൊച്ചെ, എനിക്ക് അധികം കാശിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. കുറെ ഗോൾഡ് പണയം വെച്ചിട്ട് കുറെ കാലമായടാ. 1 ലക്ഷം രൂപ വേണം അത് എടുക്കണമെങ്കിൽ. 1 ലക്ഷം രൂപയെ? ആ എന്ത് അമ്മ, എന്തോ ഇത്ര ഈസി ആയിട്ട് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞേ? ഒരു എഴുത്തുകാരന്, അതായത് ഒരു എഴുത്തുകാരന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്ര എഴുതണമെന്ന് അറിയാവോ? എഴുത്തുകാരന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. കുറെ റെസിപ്റ്റ് ഞാൻ ആ ബാഗിനകത്ത് സൂക്ഷിക്കാൻ തൊട്ടിട്ട് കുറെ കാലമായി. ഇനിയിപ്പോ കുറെ റെസിപ്റ്റും കൊണ്ട് വരുമല്ലോ, കുറെ ഗോൾഡ് ലോഡിങ് അതിന്റെ ഇന്ത്യ കാര്യം പറഞ്ഞു. നീ കൂടുതൽ വാചോടിക്കാതെ പോകാക്കടാ. എന്നെ കൂടുതൽ ആരും ഭരിക്കാനൊന്നും പറഞ്ഞ. അച്ഛന്റെ ജീവനും സ്വത്തിനും സംരക്ഷകനായി എപ്പോഴും കേസ് ഉണ്ടാവും, അത് ഓർത്താൽ മതിയല്ല. സംരക്ഷകൻ വീട്ടിൽ 10 കാശുണ്ടെങ്കിൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങൾ നടക്കണു. സംരക്ഷകൻ ഓടിപ്പോണ്. അവന് 10 ദിവസം പട്ടിണിക്ക് ഇട്, അപ്പൊ അവന്റെ എല്ലാ വീറും വാശിയൊക്കെ പോയിക്കോളും. അമ്മയുടെ ഈ മനോഭാവം അമ്മ കൊള്ളില്ലാത്ത. ഈ സാഹിത്യ രംഗത്തെ എനിക്ക് വലിയൊരാളാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതോ നടന്നില്ല. അച്ഛനിലൂടെ എങ്കിലും ഞാൻ സന്തോഷിക്കാൻ നടക്കുമ്പോഴത്തേക്ക് അമ്മ അച്ഛൻ ഓരോ കാര്യം പറഞ്ഞ് കുറ്റം പറയണം. അച്ഛനോട് പറയാടി, പേനയും പെൻസിലും കൊണ്ട് നിന്നെ ഇറങ്ങിക്കോളാം, വീട്ടിലെ കാര്യമൊന്നും നോക്കണ്ടെന്ന്. വീട്ടിലെ കാര്യമൊക്കെ നമുക്ക് വേറെ ആരും കൊണ്ട് ചെയ്യിക്കാം. മക്കൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുക. അച്ഛൻ ഇപ്പൊ സാഹിത്യകാരനായിട്ട് കുടുംബം നോക്കും. ഇതൊക്കെ മാറ്റിയിട്ട് വീടും സ്വന്തം വീടും പറമ്പൊക്കെ മേടിച്ച് ഇപ്പൊ താമസം തുടങ്ങും. കാത്തിരുന്നോ? അറിയാലോ അച്ഛന്റെ സ്വഭാവം. ഇവിടെ അച്ഛൻ മാത്രമല്ലല്ലോ, ചേട്ടനില്ലേ? ചേട്ടനോട് ജോലിക്ക് പോകാൻ പറ. തുടങ്ങി ഞാൻ ജോലി ഇല്ലാത്തവനാ ഇപ്പൊ ജോലി കിട്ടിട്ട് നാളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കോടി. ചേട്ടനെ ജോലിക്കിടാനായിട്ട് അവർക്ക് വല്ലാത്ത അസുഖമാണ്. അതിനെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ പ്രോഗ്രാമിനായിട്ട് നീ 1 മാസം കൊണ്ടുവരുന്ന പൈസ ഉണ്ട്, 1 ദിവസം കൊണ്ടു തന്നെ. അത് എപ്പോഴും ഒന്നും ഇല്ലല്ലോ, ഞാൻ മാസത്തിലേയും കൊണ്ടു തന്നെയില്ലേ? മാസത്തിലേ കൊണ്ടുവരണുള്ളൂ. മാസത്തിൽ 1 ഷോയ്ക്ക് പോയാലും മതി. നീ കൊണ്ടുവരുന്ന കാശിന്റെ 10 ഇരട്ടി കാശ് കൊണ്ടുവരും ഇവിടെ. ഇതില് ജോലിക്കാര് കിടക്കണം. അച്ഛൻ എന്തോ തെമ്മാടിത്തരം കാണിച്ചാലും കൂട്ട് വെക്കാൻ 2-3 മക്കളുണ്ട്. എന്ത് ഒന്നും പറയാനില്ലേ? ഇല്ല. എന്നാ പോ കഴുകിക്കോ. കഴുകിക്കാ മതി. വിഷ്ണുവേ, വിഷ്ണുവേ, എന്താ ആ പാത്രം ഒന്ന് കഴുകി വെക്ക്. പാത്രം കഴുകി വെക്കടാ. ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലേ വരച്ചോണ്ടിരുന്ന അവിടെ? അവളെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയി തിരിച്ച്. എല്ലാത്തിനും ഞാൻ തന്നെ എല്ലാം നീയാണല്ലോ ഇവിടെ ചെയ്യണത്. എല്ലാം നീയാണല്ലോ ഇവിടെ ചെയ്യണേന്ന്. ആ അതല്ലേ ഞാൻ പറഞ്ഞത്. കഴിയും കൊണ്ട് തായി ഇതൊന്ന് ചേമ്പൊന്ന് പുഴുങ്ങാൻ വേണ്ടിട്ടാ. തടവിക്കൊണ്ട് നിക്കണ്, തടവിക്കൊണ്ട് നിക്കണ. ഇങ്ങോട്ട് തടവിട്. ഇനിയൊന്നും പറയാനില്ലല്ലോ, ഞാൻ കഴിക്കോളാം. അമ്മ, ഒരു പഴംപൊരി ഇങ്ങോട്ട് കിട്ടൂ. എന്നാ പഴംപൊരി കഴിക്കും. വേണ്ട, ചേമ്പാടാ തിന്നോ, ചൊറിയട്ടെ. കഴിക്കടാ, കഴിക്കി. അച്ഛനെ സപ്പോർട്ട് ചെയ്യടാ, നിനക്ക് കിട്ടും പഴംപൊരി ഉണ്ടംപൊരിയൊക്കെ. ഞാൻ ഇനി അച്ഛനെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്. കാര്യം പ്രശസ്തി മതി അച്ഛനും മക്കൾക്കൊക്കെ. അടുപ്പ് പോയണെങ്കിൽ അമ്മനെ വല്ലതും കൊണ്ടുവരണം ഇവിടെ. ഒന്നുമില്ല, തലവിറ്റണ പോലെ. ആവശ്യമില്ലാണ്ട് കിടന്ന് ഒറ്റ എടുക്കുമ്പോൾ ആലോചിക്കണം. അത് പോയി കിടക്കും, ഞാൻ നോക്കോളാം. ബാലുണ്ടോ? എന്താ കണ്ണ? എവിടെ ചേച്ചി നമ്മളെ ഗർജനം ബാലചന്ദ്രൻ തമ്പി? ഗർജനം ബാലചന്ദ്രൻ തമ്പി ഇപ്പൊ അങ്ങനെയല്ലേ ഇവിടെ എല്ലാം അറിയപ്പെടുന്നേ? ഓ, എന്താ എന്താണ് മൊത്തത്തിലൊരു മാറ്റം? നീ തോന്നേ എന്താ എന്താ പ്രശ്നം? എന്താ ഫസ്റ്റ് എന്താ വന്നേന്നാ മറന്നുപോയാ? ആ ചാനൽ എല്ലാരും കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന അവിടെ. അയ്യോ, എവിടെ എത്തി? വാഴക്കാല എത്തി. വാഴക്കാല. അയ്യോ, അല്ല ഈ ചാനലുകാരും നിങ്ങളെ കാണാൻ എന്തിനാ ഇങ്ങോട്ട് വരണേ?
കുക്കറീഷ് അവതരിപ്പിക്കാൻ. എടി കേരളം മൊത്തം എന്നെ പറ്റിയുള്ള സംസാര വിഷയം. അപ്പൊ എനിക്ക് ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ അതറിയാൻ വേണ്ടിയിട്ടാണ് അവർ ക്യാമറ ആയിട്ട് ഇന്റർവ്യൂവിന് പറഞ്ഞത്. അയ്യോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാരി പോയി ഒരു കണ്ണാ. എടാ ഇതൊക്കെ പോരടേ. ഷർട്ട് ഇത് മതി, പക്ഷെ മുഖം ഒന്ന് ടച്ചപ്പ് ചെയ്യണം. അടിപൊളിയായിട്ടോ. അണ്ണാ ഇവിടെ വെച്ച് ഇന്റർവ്യൂ എടുത്തണം. നമ്മൾ ഹാളിൽ വെച്ച് ചെയ്തയാ. ഹാളിൽ വെച്ച് വേണ്ട, പുറത്ത് വെച്ച് മതി. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഞാൻ പോയി അവരെ സെറ്റപ്പ് ആക്കാം. ചാനലുകാര് റെഡി ആയിട്ട് അത് വിളിച്ചിരിക്കാം. വാ. മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗർജനത്തെ കുറിച്ചാണ്. എന്താണ് ഗർജനം? ആരാണ് ബാലചന്ദ്രൻ തമ്പി? നെയ്യാറ്റിൻകരക്കാരനായ ബാലചന്ദ്രൻ തമ്പിയുടെ ആത്മകഥയാണ് ഗർജനം. അപ്പോൾ ഈ ഗർജനം എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ആ പുസ്തകത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്ന ചില ആരോപണങ്ങളെ കുറിച്ചാണ് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഈ പുസ്തകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് ഗർജനം? ആരാണ് ബാലചന്ദ്രൻ തമ്പി? സാർ എങ്ങനെയാണ് ഈ എഴുത്തിലേക്ക് വന്നത്? കുട്ടിക്കാലം മുതലേയുള്ള പരക്കെയുള്ള ഒരു വായനയാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കിയത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 7-7.5 വയസ്സിൽ എന്റെ അമ്മൂമ്മ എന്റെ മടിയിൽ വെച്ചിരുന്ന ഭാഗവതം വായിച്ചിട്ടാണ്. 7.5 വയസ്സിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ചിലപ്പോൾ അതിൽ കുറയാൻ സാധ്യതയുള്ളൂ. 6-6.5 വയസ്സായിരിക്കണം. 7 വയസ്സാണെന്ന് എന്റെ ഓർമ്മ. ഭാഗവതം വായിച്ചു തുടങ്ങിയ ശേഷമാണ് രാമായണം വായിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അതിൽ തുടർന്ന് മഹാഭാരതത്തിലോട്ട് കടന്നു. അപ്പോൾ എന്നെ അലട്ടിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ഇവിടെ മാത്രമേ ക്ലാസ്സിക്കുള്ളൂ എന്ന് പറഞ്ഞ അന്വേഷണത്തിന്റെ ഫലമാണ് വേൾഡ് ക്ലാസ്സിലേക്ക് തിരിഞ്ഞതും. ഞാൻ ഒളിവർ ട്വിസ്റ്റ്, അങ്ങനെ മോണ്ടി ക്രിസ്റ്റോ, പിന്നെ ഡ്രാക്കുള, അങ്ങനെ തുടങ്ങിയ അനവധി വേൾഡ് ക്ലാസ്സുകൾ വായിച്ചതിന് ശേഷം പിന്നെ ഒരു സംശയം വന്നു, ഇന്ത്യൻ ക്ലാസ്സുകളില്ലേ? അങ്ങനെയാണ് ഞാൻ ഭാസന്റെയും കാളിദാസന്റെയും ഭവഭൂതിയുടെയും ബോധാനന്റെയും നാടകങ്ങൾ വായിച്ചതും. മാളവികമിത്രം, പിന്നെ മധ്യമയോഗം തുടങ്ങിയ നാടകങ്ങൾ. അപ്പോ ഏത് പ്രായത്തിലായിരുന്നു ഇതൊക്കെ? അതൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇത് വായിച്ചു തുടങ്ങി ഒരു 10-12 വയസ്സിലൊക്കെ ആയിരിക്കും. ഏകദേശം രസകരമായ കുറെ പുസ്തകങ്ങൾ. പിന്നെ അതുപോലെ ബോബനും മോളിയും എന്ന് പറഞ്ഞാൽ എന്റെ ഇപ്പൊ 2 കുട്ടികളെ വിളിക്കുന്നതിന് ബോബനും മോളി എന്നാണല്ലോ. അങ്ങനെ പരക്കെയുള്ള വായനയായിരുന്നു. പിന്നെ ആൾക്കാർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പുസ്തകം ഇറങ്ങിയപ്പോ തന്നെ അവർക്ക് മനസ്സിലാകുന്നില്ല, തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നമ്മളുടെ ജീവിതാനുഭവങ്ങളും നമ്മൾ അന്വേഷണത്തിന്റെ ഫലമായിട്ടാണല്ലോ ഈ പുസ്തകങ്ങളും ഈ വായനശീലം കൊണ്ട് ഉരുത്തിരിഞ്ഞാണല്ലോ നമ്മുടെ ഈ ആത്മകഥ എഴുതിയത്. അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ നിലവാരത്തിലോട്ട് പ്രേക്ഷകർ ഉയരണം. നമ്മൾക്ക് പ്രേക്ഷക നിലവാരത്തോട് താഴാൻ പാടില്ല. അപ്പോൾ പ്രേക്ഷക നിലവാരത്തോട് നമ്മൾ താഴണമെങ്കിൽ നമ്മളവിടെ എന്താ കോംപ്രമൈസിന് തയ്യാറാവണം. അതൊരിക്കലും എഴുത്തുകാരനെ സംബന്ധിച്ച് എനിക്ക് പറ്റില്ല. കാരണം അവർക്ക് നമ്മൾ വരികൾക്കിടയിലെ വ്യാഖ്യാനമാണല്ലോ അവർ ചകഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അവർ ചകഞ്ഞെടുക്കണം. സാർ, ഈ ഗർജനം എഴുതാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പറയട്ടെ. ഇപ്പൊ പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള എഴുത്തുകാർ വരുന്നുണ്ടെങ്കിലും വലിയ ഒരു കൊള്ളകം സൃഷ്ടിക്കുന്നില്ല എന്നെ പോലെ. കാരണം അവർക്ക് ജീവിതാനുഭവങ്ങളില്ല. എനിക്ക് ജീവിതാനുഭവങ്ങളുണ്ട്. അതിങ്ങനെ ആഴത്തിൽ പരതണം, എന്നാലേ അവിടുന്ന് മുത്തുകൾ കിട്ടുകയും അത് അക്ഷരശകലങ്ങളായിട്ട് നമ്മളുടെ പേനയിലൂടെ നിർഗളം ചെയ്യുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ എഴുത്തിന്റെ ഒരു. അല്ല സാർ, ഇതുവരെയും ഗർജനത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞില്ല. ഗർജനത്തിന്റെ എന്റെ ജീവിതത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ ഒരു പരിച്ഛേദമാണ് ഗർജനം എന്ന പുസ്തകം. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എന്റെ ഫാമിലി, എന്റെ നീലു, എന്റെ വൈഫാണ്. പിന്നെ 4 മക്കളുണ്ട്. സർ, ഈ ഗർജനം എന്ന പുസ്തകം
ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ചർച്ച ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സാറ് ആ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ അഗസ്റ്റിൻ ജോസഫിനെ കുറിച്ചുള്ള ആരോപണങ്ങളാണ്. അപ്പോൾ അതെല്ലാം സത്യമാണോ സാർ? എന്താ കുട്ടി എനിക്ക് വട്ടുണ്ടോ കള്ളം പറയാന് വട്ടുണ്ടോ എനിക്ക്? അല്ല, ശ്രീ അഗസ്റ്റിൻ ജോസഫ് പറയുന്നത് താങ്കൾക്ക് വട്ടാണ്. തന്തയ്ക്കാണ് വട്ട്, എനിക്കൊന്നുമല്ല. എന്ത് ക്യാമറ വന്നാലും ഞാൻ തുറന്ന് പറയും. തുറന്ന് എഴുത്തലാണ് എന്റെ പ്രധാനം. ഞാൻ പറയും അവർ വൃത്തിയായിട്ടവരാണ്, അവർ വെറും മഹാവൃത്തിയായിട്ടവരാണ്. സാർ ക്യാമറ അവന്റെ അച്ഛനാണ് വട്ട്. സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തെ കുറിച്ച് ഉന്നയിച്ചത്? എന്റെ കുട്ടി ഇത് പുസ്തകങ്ങൾ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് കിടക്കൽ ഒരിക്കൽ ലാത്തി ചാർജ് കിടക്കുന്നു, യവൻ അവിടെ നിന്ന് ഓടുന്നു. എന്നവൻ ഇത്ര പ്രശസ്തമായ ഒരാളൊന്നും അല്ല. ഞാനിപ്പോൾ കോഫി ഹൗസിൽ ചായ കുടിച്ചോണ്ടിരുന്ന ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ST ബൈക്കിൽ ഇവനെ കയറ്റിക്കൊണ്ട് ഞാൻ നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയും അതിൻ്റെ ഇടയിൽ വെച്ച് അവൻ്റെ പേൻ്റെ പിറകിരുന്ന പേഴ്സ് അടിച്ച് മാറ്റി എൻ്റെ പൈസ എടുത്തു. ഇന്നും അവൻ്റെ വീട്ടിൽ എൻ്റെ പേഴ്സുകളും എൻ്റെ മനോഹരമായ എൻ്റെ ചെറുപ്പകാലത്തെ ഫോട്ടോ ആ പേഴ്സിലുണ്ട്. ഇതിൽ ഞാൻ എന്താ വേണ്ടത്? അപ്പൊ ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ സാർ? വെളിപ്പെടുത്തലുണ്ടാവും, തുറന്ന എഴുത്തലുണ്ടാവും. ഇവൻ്റെ കള്ളക്കഥകൾ ഞാൻ ഇനി എഴുതാൻ കിടക്കുന്നേ ഉള്ളൂ. കേരളമാകെ ഞെട്ടിത്തെറിക്കുന്ന വിധത്തിൽ ഞാൻ എഴുതും ഇവനെ പറ്റി. കള്ളൻ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അപ്പോൾ ബാലുവിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അമ്പിളി TVക്ക് വേണ്ടി ക്യാമറമാൻ ബിജു കൊട്ടിയത്തോടൊപ്പം പ്രിൻസി ഡെനി. പ്രിൻസി, ഒരു കാര്യം കൂടി. എന്താണ് സാർ? അടുത്ത എൻ്റെ പുസ്തകത്തിന്റെ പേര് ബാലുവിന്റെ വെളിപ്പെടുത്തലുകൾ എന്നായിരിക്കും. എക്സ്ക്ലൂസീവ്. തീർച്ചയായിട്ടും സാർ, ഇത് ആദ്യമായിട്ട് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂലാണ് പറയുന്നത്. എടുത്തോളൂ, നിങ്ങളെല്ലാം ആദ്യം നിങ്ങൾ എടുത്തോളൂ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. നീലു, എങ്ങനെയുണ്ട് മക്കളെ? എങ്ങനെയുണ്ടാ? പിള്ളേരുടെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വായിച്ച് വളരുക. തീർച്ചയായിട്ടും. ഇവരൊക്കെ അമ്പിളിയമ്മാവനും ബാല്യം വായിക്കുന്ന സമയത്ത് അച്ഛനായ ഞാൻ രാമായണവും മഹാഭാരതവും വായിച്ചു തുടങ്ങി. എടുക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ പൈസ വല്ലതും ഉണ്ടോ? ക്യാഷ് വല്ലതും? ഇല്ല. ഫ്രീ ആയിട്ടാണ് ഇന്റർവ്യൂ? ഫ്രീ ആയിട്ടാണോ? ഇന്റർവ്യൂ സാറ് ബുക്ക് വായിച്ച് പ്രശസ്തനായതുകൊണ്ട് സാർ നിങ്ങൾ ഇത് കാണിക്കും. നിങ്ങളെ ചാനൽ റേറ്റിംഗ് കൂടെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടൂലേ? നമ്മളെന്ത് ചെയ്യും? അല്ല, അത് ആലോചിക്കണം. അത് വെറുതെ ഒരു സെലിബ്രിറ്റി കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്തെങ്കിലും കിടക്കണമെന്ന് പറഞ്ഞിട്ട് പരിപാടി നിങ്ങൾ കാണിക്കരുത്. അത് നടക്കൂല ഇവിടെ. അതല്ല സാർ, അതല്ല, നമ്മള് വേറൊരു ഇന്റർവ്യൂ ഇനി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വേറെ നിങ്ങൾ ഇതിനേക്കാൾ അപ്പുറം വേറെ എഴുത്താറുമ്പോൾ നിങ്ങൾ അതിന്റെ പറയുമോ? പക്ഷേ നമ്മൾ ധനകാര്യമന്ത്രിയുടെ ആരോപണം, ധനകാര്യമന്ത്രി ആവരണം എന്ന് വെച്ചാൽ അത് കറക്റ്റ്, അത് വസ്തുനിഷ്ഠമാണ്, കറക്റ്റാണ്. പക്ഷേ എതിർ പാർട്ടികൾ അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങി. അതിനാണ് അയാൾക്ക് ഒരു ആപ്പാവുകയും ചെയ്തതാണ്. അതുകൊണ്ടല്ലേ പുസ്തകങ്ങൾ ഇത്രയും വിറ്റ് തുടങ്ങിയത്. വായിച്ചോ? ഞാൻ വായിച്ചു. വായിച്ചില്ല. ഇവിടെ ഈ കള്ളം പറയത് വായിച്ചാൽ തന്റെ മുഖത്ത് അത് കാണാൻ പറ്റും. നീരുവാ വിശക്കണം. ശരിയപ്പോ ശരി സാർ. ഓക്കെ. ഒരു ബുക്ക് എന്നപ്പാ. എന്താടേ കിട്ടാൻ പോണ പൈസയെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുകയല്ലേ? ഞാൻ ഏത് ബാങ്കിൽ കൊണ്ടുവന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നീ ബാങ്കിലെവിടെ കൊണ്ടിടി, ചെലവ് നീ നടത്തണം. എന്താണ്? പിന്നെ പൈസ കിട്ടുമ്പോൾ അള്ളു പിള്ളായിട്ട് കളയെടുത്ത് ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടിടാൻ ഞാൻ പറയായിരുന്നു. നീ പൈസ കിട്ടിയ ബാങ്കിലൊന്നും കൊണ്ടിടരുത് കേട്ടോ. ബാങ്കുകാർക്ക് ഭയങ്കര പറ്റിപ്പാണ്. നീ ഒരു കാര്യം ചെയ്യും, കിട്ടുന്ന പൈസ എൻ്റെ എത്താ, ഞാൻ ബിസിനസ്സിലിടാം. ഇട്ടിട്ട് നിനക്ക് മാസം കറക്റ്റായിട്ട് എൻ്റെ ലാഭം ഞാൻ എത്തിച്ചിട്ട്. അയ്യേ, അവസാനം പൈസയില്ല മുതലുമില്ല. അവിടെ പോടാ. എന്താ എല്ലാവരും കൂടി? മാമാ 10 പൈസ കൈ വന്നപ്പം കയറി ഒട്ടാൻ വരണം. എടാ, അത് നിനക്ക് അനാവശ്യമായിട്ട് ചെലവാക്കുമെന്ന് പറഞ്ഞാൽ ഇവരോരോന്ന് പറയുന്നത്. മാമ ഇത്രയും വലിയ പുസ്തകം എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്ത് പൈസ സൂക്ഷിക്കാൻ അറിഞ്ഞൂടെ? അറിഞ്ഞൂടെ? അയ്യോ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ, എന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. ബാലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അയ്യോ, എന്ത്? എനിക്കൊരു കാര്യം. ഹലോ, ആണാ? ടിവിക്കാർ ചർച്ച ചാനലിൽ ചർച്ച. അതെ, ജോസഫിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമാണ്. അദ്ദേഹത്തെ പറ്റി പ്രതിഷേധം രേഖപ്പെടുത്താനൊന്നും ഞാൻ ആളല്ല. കള്ളൻ. അയ്യേ, അയാളുടെ ഈ കാട്ടുകള്ളന്റെ സ്വഭാവം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ടല്ലോ. അത് ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നീചപ്രവൃത്തികൾ, കള്ളപ്രവൃത്തികൾ, ദുഷ്ട മനസ്സ്, അതൊക്കെ നല്ല രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? 3 ബാർ തുറക്കാന്ന് പറഞ്ഞ്
അയാൾ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സാക്ഷിയാണ്. ബാലേന്ദ്രൻ തമ്പി സാക്ഷിയാണ്. പറയും, ഞാൻ ചാനലിൽ പറയും. ചാനലിൽ പറയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്ത പുസ്തകം ഈ കാട്ടുകളൻ്റെ അടുത്ത കുറേ കഥകളാണ്. അതെ അതെ, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത പുസ്തകമുണ്ട്. ഓക്കെ. ആ, എല്ലാ ചാനലുകളും തുറന്ന ചർച്ചകളാണ്. ഇപ്പം തന്നെ ഇപ്പോൾ വേറെ നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് 3 ചാനൽ വിളിച്ചു. BBC അല്ല, CNN എന്തോ ആണ്. ശരി, ഓക്കെ ഓക്കെ. എന്ത് എന്തോ നീ പറയണത്? കുഴപ്പമെന്ത്? നീ ഒരു മന്ത്രിയെ കുറിച്ചാണ് പറയുന്നുള്ള വല്ല ബോധം ഉണ്ടോ എനക്ക്? ഇന്ന് മന്ത്രിയെ മൂക്കി കയറ്റിക്കളായിരുന്നു. അതേ ഉള്ളൂ, ഇത്രയും ഞാൻ സംസാരിച്ച് ഇയാളെ മനസ്സിൽ പെട്ടത് അല്ല, വേറെന്തോ കാര്യം പറയാൻ പറ. എന്താ പറയങ്ങള്? ഈ ബാറ് തുറക്കാൻ വേണ്ടി കൈകൂലിമാണ്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഈ ബാറ് തുറക്കുന്നതിനെ പറ്റി ഈ ചാനലുകാർ കാരണം അവിടെ ചർച്ച ഉണ്ടാക്കാൻ എന്തിന് അവരുടെ സംസാരിക്കാൻ പോയത്? ചർച്ച നടത്തണോ ചാനലിൽ? ഇയാൾക്ക് ആകെ ഒരു കാര്യത്തിൽ വിഷമമുള്ള ഇയാൾ എന്തെല്ലാം കൊള്ളത്തരം കാണിച്ചിരിക്കുന്നറിയാം. പെൻഷൻ വെട്ടി കുറച്ച് അതിൽ നിന്ന് പൈസ എടുത്ത്, അതിന് നിങ്ങൾക്ക് പ്രശ്നമില്ലേ? ഈ വെള്ളത്തിന്റെ പറയണോ? നീ പറയുന്നൊക്കെ സത്യമാണോടാ? ഇത് സത്യമാണോ? പിന്നല്ലാതെ ഇതിന്റെ വരും വരായികൾ എന്താണെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? എന്ത് പ്രത്യാഘാതം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. അങ്ങനെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതാ എഴുതിയത്. ഇത് വെറുതെ ഗർജിക്കൂല മാമ, അല്ലെങ്കിൽ ഞങ്ങൾ എന്നെ കളിയാക്കില്ല, മേവായി പോവും. ഇത് ഗർജനം, സിംഹഗർജനമാണ്. ഇത് 2ാം ഭാഗം വരാൻ പോണേ ഉള്ളൂ. ആടാ 2ാം ഭാഗം വരാം. 2ാം ഭാഗം വരാൻ പോണം. ഇത് എന്തൊരു കാട്ടിക്കൂട്ടുന്നുണ്ട്. അവനെന്തോ ഭാവിച്ചോണ്ടാ ആരെടുത്ത് എന്ത് സംസാരിക്കണം ഒന്നും പറഞ്ഞൂടാ. ഒരു മന്ത്രിയെ കുറിച്ചാണ് എഴുതിക്കണമെന്നും പറഞ്ഞിരിക്കുന്നു. എഴുതിയത് പോട്ട്, ഇപ്പൊ വിളിച്ച് പറഞ്ഞില്ല ചാനലിൽ. വല്ല പേരെയും പിടിച്ച് പിന്നെ അകത്താക്കുമ്പോൾ മതിയാകും. എഴുത്തും പിടിത്തും ഒക്കെ എന്തോന്ന്? വല്ല പോലീസുകാരന്മാർ വന്ന് പിടിച്ചോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളതിന്റെ പറക്കുന്നത് പോണ്ടേ? മന്ത്രിയെ കുറിച്ചൊക്കെ എഴുതുമെന്ന് പറഞ്ഞാൽ എന്തേ? അയ്യോ, ഇവ എന്തോന്ന് കാണിക്കണത് ഈ ചെറുക്കൻ്റെ കാര്യം? കേരളം മുഴുവൻ അറിയുന്ന ഒരു എഴുത്തുകാരനെ ഇങ്ങനെ അധിക്ഷേപിച്ച ഇയാൾ ആദ്യം പോലീസ് പിടിച്ചോണ്ട് പോകും. പഴയ ബാലു അല്ല, 10 പേര് അറിയുന്ന ഒരാളാണ് ഞാൻ. എത്ര ചാനലാണ് ഇന്റർവ്യൂ എന്നറിയാമോ ഇയാൾക്ക്? ഇവിടെ ഇരുന്നോണ്ടാ ചുമ്മാ അങ്ങോട്ട് ചെയ്യുമ്പോൾ എന്നെ പറ്റി ഗുരുഗുരുഗുരുഗുനാന്ന് പറയണല്ലേ. പഴയ പോലെ ഒന്നും നടക്കൂലട്ടാ. സത്യസന്ധമാണെങ്കിൽ അവൻ്റെ കുറേ ആളും കാണും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ആണ്. ഇങ്ങോട്ട് കയറാൻ എന്ന് വിളിച്ചോട്ട് വരാനൊന്നും പറ്റൂല. ഇവിടെ സെക്യൂരിറ്റി കണ്ട് പേര് നാളും പറഞ്ഞിട്ട് അകത്ത് കയറ്റുള്ളൂ. ആ ലെവലാണ് ഞാൻ ഇപ്പം എത്തിക്കണേ. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഞാൻ അങ്ങോട്ട് തിരിയുമ്പം വേണ്ട, ഒന്നും പറയരുത്. മന്ത്രിയുടെ കാര്യം അണ്ണ എന്തൊരു പണിയാണ് കാണിച്ചത്? ഈ ചാനലുകാരന്മാര് പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടെ അങ്ങ് പറഞ്ഞു. അണ്ണൻ ചാനലിൽ കൂടെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. സാധാരണ ഞാൻ സ്ഥിരമായിട്ട് പണ്ട് പൂശുന്നത് നമ്മളെ വെള്ളയമ്പലത്തെ ഹൈനസ് ബാറാണ്. അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടപ്പുറത്തെ ടേബിളിൽ 2 പേര് ഈ മന്ത്രിയുടെ, അതായത് ഈ ജോസഫ് നാറിയുടെ അവന്റെ ഈ കോഴക്കഥ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടതാണ്. ഈ അഗസ്റ്റിൻ ജോസഫിന്റെ. അത് തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് അണ്ണ ബാറിൽ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് വല്ലമാനും പറയുന്നിട്ട് അണ്ണ എന്തിനാണ് ഇത് ആരോപണം മന്ത്രിക്കെതിരായിട്ട് ഉന്നയിച്ചത്? എനിക്കത് സത്യമായിട്ട് തോന്നി. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞതാ. കുഴപ്പമെന്താ? ഈ അഗസ്റ്റിൻ ജോസഫിന്റെ കാര്യം കഷ്ടം തന്നെ. അത് നിന്റെ അമ്മായി അപ്പൻ അഗസ്റ്റിൻ ജോസഫ് എന്നെ കഷ്ടപ്പെടാൻ വേണ്ടി. അണ്ണാ അങ്ങേരെ എതിർ പാർട്ടിക്കെല്ലാം കൂടെ ഇളവിയേക്കുവാണ് പോരാ മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. മിക്ക പറയുന്ന അണ്ണ ഈ അഗസ്റ്റിൻ ജോസഫ് രാജിവെക്കേണ്ടി വരും. അവിടെയാണ് നിനക്ക് തെറ്റിയത്. എടാ, ഈ അഗസ്റ്റിൻ ജോസഫ് ഇല്ലയോ, രാജിയൊന്നും വയ്ക്കാൻ പോണില്ല. അയാൾ ഇതിനേക്കാൾ വലിയ വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് രാജിവെച്ചില്ല. പിന്നെയാണ് ഇപ്പം പോരാ അവിടുന്ന്. പാലോണ്ണ മുമ്പത്തെ കണക്കല്ല ഇപ്പം അണ്ണന്റെ ഗർജനവും പൊക്കി പിടിച്ചാണ് ഇമാരെ സമരം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പുസ്തകങ്ങളൊന്നും കാണാത്തത്. എല്ലാ അവന്മാര് എന്റെ പുസ്തകം വാങ്ങിച്ചോണ്ട് സമരം പിടിച്ച് ചെയ്യാൻ പോയി. ഇനി കത്തിച്ചിട്ട് തന്നെ സമരം ചെയ്യണേ. നിങ്ങൾ ഈ തമാശ പറഞ്ഞോണ്ട് വരി. അഗസ്റ്റിൻ ജോസഫ് എങ്ങാനും രാജിവെക്കേണ്ടി വന്നാൽ എന്റെ പൊന്നണ്ണ നിങ്ങളെ ജീവിതം കട്ട പുകയാണ്. പേടിപ്പിക്കല്ലേ കേട്ടാ, കൂടുതൽ പേടിപ്പിക്കാതെ പോടാ. ആ അഗസ്റ്റിൻ ജോസഫിന്റെ പാർട്ടിക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അണ്ണന്റെ കോലം കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. അതാണ് വന്ന് പറഞ്ഞത്. എന്റെ കോലം നിങ്ങളെ കോലം അവിടെ കത്തിക്കുന്നത് ജംഗ്ഷനില്. പെട്ടെന്ന് ജംഗ്ഷനിൽ പോയിട്ട് എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ ആരെങ്കിലും ഇങ്ങോട്ട് വരണമെങ്കിലോ പെട്ടെന്ന് വിളിച്ച് പറ. പറയാം പോയിട്ട് പറയാം. ബാലു ബാലേ എന്ത് അല്ല കണ്ണെന്തിനാ വന്നിട്ട് പോയെ?
അതെ എന്തിനാ വന്നിട്ട് പോയെന്ന്? പത്രത്തിന്റെ പൈസ വാങ്ങിക്കാൻ വന്നാ. പത്രത്തിന് പൈസ എന്നോടല്ലേ ചോദിക്കാറുള്ളത്, ഞാനല്ലേ കൊടുക്കാറുള്ളത്, നിങ്ങളോട് എന്തിനാ ചോദിക്കണേ? ഇന്നൊരു ചേഞ്ച് ആവട്ടെ എന്ന് എന്തോ ചോദിച്ചു. നിനക്ക് എന്തൊക്കെ അറിയണോ? ഇത് പോടി പോ. ബാലു, പിന്നെ എന്താ അടുത്ത കള്ളത്തരം? സത്യം പറ. എടി ഒന്നുമില്ലടി, പോടി. ഒന്നുമില്ല. ഇല്ല, നീ പോ. ബാലു, ഒന്നുമില്ലല്ലോ. ഒന്നുമില്ലടി, പോടി. കോലം കത്തിക്കണോ? ബാലു, എന്ത് എന്തൊരു കോലം അത്? നിങ്ങടെ അമ്മ 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 എല്ലാം അറിഞ്ഞ? എന്തോന്ന്? മന്ത്രി അഗസ്റ്റിൻ ജോസഫ് രാജിവെച്ചെന്ന്. ആ, രാജിവെച്ചോ? അപ്പൂപ്പ നേരത്തെ അച്ഛൻ ചാനലിൽ വിളിച്ചു പറഞ്ഞില്ലേ ബാറ് തുറക്കാൻ വേണ്ടിട്ട് കോഴ മേടിച്ചെന്ന്. അത് പറഞ്ഞ് രാജിവെച്ചതാ. ശരിക്കും പറഞ്ഞാൽ രാജ്യം വെച്ചതല്ല, രാജ്യം വെപ്പിച്ചതാ എതിർപക്ഷം. എന്തായാലും അച്ഛനെ ഒപ്പിച്ച പണി കൊള്ളാം. ഇതൊക്കെ ഒപ്പിച്ചിട്ടോ അവനെവിടെ? ബാലു, ബാലു. അമ്മ ഇനി അച്ഛനെ തിരക്കണ്ട, ഇത് വായിരി. പ്രിയപ്പെട്ട നീലു, അഗസ്റ്റിൻ ജോസഫ് രാജിവെച്ച കാര്യം നീ അറിഞ്ഞാണല്ലോ. അഗസ്റ്റിൻ ജോസഫിൻ്റെ രാഷ്ട്രീയ ഗുണ്ടകൾ എന്നെ വേട്ടയാടുകയാണ്. കൈ കിട്ടിയ എന്നെ കൊന്നുകളയുമെന്നാണ് അവരുടെ നിരവാദം. പാറമട വീട് ഒരു ചോരക്കളവാക്കി മാറ്റാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് മാറി നിൽക്കുകയാണ്, പേടിച്ചിട്ടല്ല. ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്, എൻ്റെ സിരകളിൽ ഓടുന്നത് തക്കാളി ജ്യൂസല്ല, തിളയ്ക്കുന്ന രക്തമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഹിന്ദുമാരെൻ്റെ കോലം കത്തിച്ച് നാളെ എന്നെ കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ പോയേ പറ്റൂ. പിന്നൊരു കാര്യം, മേശപ്പുറത്ത് ഞാൻ ഒരു ഗർജനം വച്ചിട്ടുണ്ട്, അതെൻ്റെ മാമിക്ക് കൊടുക്കണം, വായിക്കട്ടെ. നീലുവേ, ഇത്ര നീ ചൂരക്കറി വയ്ക്കണ്ട. എന്ന് തിരിച്ചു വരുമെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. സുരേന്ദ്രനും ശങ്കരനും മാമനും മാമിയൊക്കെ ഞാൻ വന്നിട്ട് പോയാൽ മതി, നീ അവരടുത്ത് പറയണം എന്ന് സ്വന്തം ഗർജനം ബാലു.